ഓക്കെ. സോ ഡയറക്ഷൻ. സോ ഫസ്റ്റ് വേർഡ് ഇസ് ഗരീബ്. ഗരീബ് എന്ന് പറയുമ്പം അടുത്ത് അല്ലേ? അതിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് ആണ് ബഈദ്, ഫാർ ബൗദ്. അവേ, ദൂരെ. ഇനി മുന്നില് നമ്മൾ ഗദ്ദാം എന്ന് പറയും അല്ലേ? ഇപ്പം നേരെ പോകാനും അവരെന്ത് പറയും? റു ഗദ്ദാം. നമ്മൾ റു റൂ സീത എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ആ നമ്മൾ റൂസീത അറബ്സ്, കേൾക്കും. നമ്മൾ അറബ് എക്സ്പാറ്റ്സിന്റെ അടുത്ത് അവർ റൂ സീത എന്നാ പറയാ. ഓക്കെ. പക്ഷെ അവർ തമ്മിൽ പിന്നെ റൂഹ് ആലത്തൂലല്ലേ? അല്ലെങ്കിൽ റൂ അലത്തൂൽ, അല്ലെങ്കിൽ റൂ ഗദ്ദാം. സോ ഇനി ഗദ്ദാം എന്ന് കേട്ടാലും എന്താണ്? നേരെ. ഓക്കെ. ഇനി നമ്മൾ മുന്നിൽ ഒരാളുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം? ഗദ്ദാമക്, നിന്റെ മുന്നിലുണ്ട് എന്നുള്ളതിനും ഗദ്ദാം എന്ന് യൂസ് ചെയ്യാറുണ്ട്. ക് ഓക്കെ. ചേർത്താ മതി അല്ലേ? ആ, നിന്റെ അത് നിന്റെ എന്നുള്ളതിന് ക്ക് എന്ന് ചേർക്കുക, ഗദ്ദാമക്. ഓക്കെ. ഗദ്ദാം. ഇനി ഓക്കെ. മുന്നിലാണ് ജസ്റ്റ് ഗദ്ദാം എന്ന് പറഞ്ഞാൽ മതി. ഷുഫ് ഗദ്ദാം, മുന്നിൽക്ക് നോക്ക്. ഓക്കെ. സോ ഗദ്ദാം എന്നുള്ളതിന് മുന്നിൽ എന്നുള്ളതും ഉണ്ട്, അതുപോലെ നേരെ എന്നുള്ള രണ്ട് മീനിങ്ങും ഗദ്ദാം എന്ന് വരുന്നുണ്ട്. ഇനി നിങ്ങൾ വഴി പോയി ഏതെങ്കിലും അറബിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഗദ്ദാം എന്നുള്ള യൂസേജ്. ഓക്കെ. അത് ഫ്രണ്ടിൽ അല്ലെങ്കിൽ നേരെ എന്നതിനാണ്. അതുപോലെ തന്നെ സീത. സീത എന്ന് പറഞ്ഞാൽ നേരെ, അല്ലെങ്കിൽ അലത്തൂൽ. റു അലത്തൂൽ, നേരെ പോയിക്കോ, അല്ലെങ്കിൽ റു സീത, നേരെ പോകാൻ പറയും. ഓക്കെ. വറ ആണ് ബാക്കിൽ, വറ. ഓക്കെ. അമാം ഫ്രണ്ടിൽ, അമാമക്. അമാമക് തഹ്വീല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്നിൽ ഡൈവേർഷൻ ഉണ്ടെന്ന്? ഇപ്പോൾ റോഡ് വർക്ക് നടക്കുമ്പോഴൊക്കെ അറബിയിൽ എഴുതിയത് കാണാം, അമാമക് തഹ്വീല എന്നുള്ളത്. ഇനി നോക്കണ്ട കേട്ടോ, റോഡ് ചെറുതാക്കുമ്പോഴോ അല്ലെ മുന്നിൽ ഡൈവേർട്ട് ചെയ്യുന്നിടത്തൊക്കെ ഉണ്ടാവും. അമാം എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ, അതിൻ്റെ ഫ്രണ്ട്. ഓപ്പോസിറ്റ് ആണ് വറ, ബാക്കിൽ. ഓക്കെ. ഓക്കെ. എന്നാണ് ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ബേസിക് വൊക്കാബുലറീസ്. ഇനി റോഡ് അല്ലേ? റോഡ് അല്ലെങ്കിൽ സ്ട്രീറ്റ് എന്താണ്? നമ്മളെല്ലാ ക്രോസസിലും എഴുതി വെക്കുന്നുണ്ട് ഷാരിയാണ് അല്ലേ? കണ്ടില്ലേ? ആ ഷാരിയാണ്. സ്ട്രീറ്റ് ആണ്, ഷാരിയാണ്. പിന്നെ ഇഷാറ, ട്രാഫിക് സിഗ്നൽ, ട്രാഫിക്. ഇഷാറ. ഓക്കെ. യമീൻ വലത്ത്, യസാർ ഇടത്ത്. അറിയില്ല, യമീൻ യസാർ, യമീൻ റൈറ്റ്, യസാർ ഇടത്ത്. ഇനി നിന്റെ വലത്ത്, ഇപ്പൊ നിന്റെ എമീൻ. വലത്ത് സിഗ്നൽ കാണാം എന്നൊക്കെ പറയും, അതാണ് യമീനക്. അപ്പൊ യമീന്റെ എൻഡിലേക്ക് നിന്റെ, നമ്മൾ ഇസ്മക് നിന്റെ പേര് എന്നൊക്കെ പറഞ്ഞ പോലെ യമീനക് നിന്റെ വലത്ത്, യസാറക് നിന്റെ ഇടത്ത്. അപ്പൊ യസാറിൽ ക്ക് ചേർത്തിയാൽ നിന്റെ ഇടത്ത്. ഓക്കെ. ഓക്കെ. സോ ഇതിലിപ്പോൾ പുതുതായിട്ട് ഒരു വേർഡ് പിന്നെ തീരെ ഫെമിലിയർ അല്ലാത്തത് സീതയാണ് അല്ലേ? അല്ല, ഗദ്ദാം. ഗദ്ദാം അല്ലേ? മുന്നിൽ. പിന്നെ ഷാരിയാണ് റോഡ്, ഇഷാറ സിഗ്നൽ. ഓക്കെ. യമീൻ യസാർ, വലത്ത് ഇടത്ത്. ഇനി ലുഫ് എന്നാണ്, ലഫ എന്നാണ് ടേണിങ്ങിന് എഴുതുന്നതെങ്കിലും ലുഫ് എന്നാണ് പറയുക. ടേൺ ചെയ്യാൻ പറയില്ലേ നമ്മൾ ഒരാളോട്? ലുഫ് ലുഫ്. യമീൻ, വലത്തോട്ട് ടേൺ ചെയ്യേ, അതിന് ലുഫ് എന്നാണ് പറയാ. ലുഫ്, ലുഫ്. അതറിയണം കേട്ടോ, ലുഫ്. ഓക്കെ. ലുഫ്. ടേൺ ചെയ്യുക, ടേൺ എന്നുള്ളതിൻ്റെ വേർഡാണ് ലുഫ്. ഇനി ഇവിടെ നിന്ന്, മിൻഹുന, മിൻഹുന അല്ലേ? നമ്മൾ ചോദിക്കും ഇവിടെ നിന്ന് എത്ര ദൂരാണുള്ളത്, ഇവിടെ നിന്ന് എങ്ങനെയാ പോവുക അല്ലേ? സോ കം അറുഹ് മിൻഹിന, ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ പോവുക? ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ. അപ്പം മിൻഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന്, മിൻഹുനാഖ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന്. അപ്പം ഹിന ഇവിടെ, ഹുനാഖ് അവിടെ. ഓക്കെ. മിൻ ഹിന, മിൻ ഹുനാഖ്. ഇനി വഗ്ഗിഫ്. വഗ്ഗിഫ് എന്നാണ് നിർത്തുന്നതിന് പറയുക, വഗ്ഗിഫ്. ഓക്കെ. സ്റ്റോപ്പ് ദ കാർ, വഗ്ഗിഫ് സയ്യാറ. ഓക്കെ. പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ വഗ്ഗിഫ് എന്നുള്ളത്? വുഗൂഫ്, പാർക്കിംഗ് സ്പേസിനൊക്കെ എഴുതിയ കണ്ടില്ലേ? അതാണ് വഗ്ഗിഫ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനാണ് വഗ്ഗിഫ് അല്ലെങ്കിൽ ഗിഫ്. ഉഖ്ത് ഹനാന് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ആ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ മ്യൂട്ടാക്കി വയ്യാത്തതുകൊണ്ട്. ഓക്കെ. എന്നാൽ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. ആ അപ്പോൾ വഗ്ഗിഫ് ആണെന്ത്? സ്റ്റോപ്പ് ചെയ്യാൻ. സോ വഗ്ഗിഫ്. ഓക്കെ. ഇനി നേരെ പോകാൻ നമുക്ക് റുഹ് ഗദ്ദാം എന്ന് പറയാം, അല്ലെങ്കിൽ സിർ ഗദ്ദാം എന്നും പറയാം. സോ സിർ എന്ന് പറഞ്ഞാലും പോകൂ എന്നുള്ള ഒരേ അർത്ഥമാണ് വരുന്നത് കേട്ടോ. സോ റുഹ് ഗദ്ദാം എന്ന് പറയാം, സിർ ഗദ്ദാം എന്ന് പറയാം. പിന്നെ ഇംഷി. ഇംഷി എന്ന് പറഞ്ഞാൽ നടക്കുക എന്നാണ്. ഇംഷി. റൂഹ് എന്ന് പറഞ്ഞാൽ പോകുകയാണ്, ഇംഷി എന്ന് പറഞ്ഞാൽ എന്താ? നടക്കുകയാണ് അല്ലേ? സോ ഇംഷി ഗദ്ദാം, മുന്നോട്ട് നടക്കാനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ യാ ഇംഷി എന്നൊക്കെ പറയുന്നത്? കേട്ടിട്ടുണ്ടോ മക്കളോട്? അത് നടക്കല്ലേ, പോകല്ലേ എന്നുള്ള മീനിങ്ങും ഇംഷിക്കും വരുന്നുണ്ട്. ഓക്കെ. മഷ എന്ന് പറഞ്ഞാൽ ശരിക്കും നടന്നു എന്നാണ്, പക്ഷെ ഇംഷിയും നടക്കുക, പോകുക എന്നുള്ള രീതിയിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. പോവല്ലേ, നമുക്ക് നടക്കല്ലേ നമ്മൾ മലയാളത്തിൽ പറയല്ലേ, നടക്കല്ലേ എന്നാൽ, അതായത് പോകല്ലേ എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെയാണ് ഇംഷി യൂസ് ചെയ്യുന്നത്. അപ്പം മുന്നോട്ട് പോകാൻ ഇംഷി ഗദ്ദാം, മുന്നോട്ട് പോകൂ എന്നുള്ളത് ഇംഷി ഗദ്ദാം. ഓക്കെ. അതുപോലെ സിർ ഗദ്ദാം, ഇനി റുഹ് ഗദ്ദാം ഒക്കെ പറയാം. റുഹ് അലത്തൂൽ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇനി റൗണ്ട് അബൌട്ട് ആണ് ദുവാർ. ദുവാറാണ് റൗണ്ട് അബൌട്ട്.
ഓക്കെ ദുവാർ Duar. ദുവാർ Duar. കബീർ ദുവാർ സഗീർ വലിയ റൗണ്ട് അബൌട്ടും ചെറിയ റൗണ്ട് അബൌട്ടും ഓക്കെ ദുവാറാണ് റൗണ്ട് അബൌട്ട്. ഇനി ഹൈവേക്കാണ് ഇപ്പൊ തെരീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് വീതി എന്നൊക്കെ പറയാം. തെരീഖ് സെരിയ അല്ലെ ഹൈവേ സെരിയ കേട്ടില്ലേ സുറ എന്താണ് സ്പീഡ് അല്ലേ അതാണ് അവിടുന്നാണ് സെരിയ. അപ്പൊ തെരീക്ക് സ്പീഡിലുള്ള വഴി അതാണ് ഹൈവേ. സോ ഹൈവേക്ക് ഒറ്റ വേർഡ് ഇല്ല തെരീഖ് സെരിയ എന്നാ പറയാം. ഓക്കെ അതിൻ്റെ വേർഡ് വൈസ് മീനിങ് നിങ്ങൾ എടുക്കരുത്. ഹൈവേക്ക് അങ്ങനെ പറയട്ടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ശരിയാണത് സ്പീഡാണ് തെരീക്ക് വഴിയാണ് റോഡാണ് സ്ട്രീറ്റാണ് എന്നുള്ളത്. അപ്പോൾ ഹൈവേക്ക് തെരീഖ് ശരിയാണെന്ന് പറയും. പിന്നെ മഹ്റജ് നമുക്കറിയാം അല്ലേ അറിയാതെ പോയ ഏതൊരാൾക്കും മഹ്റജ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു മഹ്റജ് തെറ്റിയാൽ ആകെ തെറ്റും അല്ലേ. എക്സിറ്റ് അല്ലേ എക്സിറ്റ് തെറ്റിപ്പോയവരുണ്ടോ റിയാദിലെത്തിയിട്ട്? Yeah. ഇല്ലല്ലേ കറക്റ്റാണ്. ഓക്കെ സോ മഹ്റജാണ് എക്സിറ്റ്. നമ്മൾ ദമാമെന്ന് അധികം യൂട്ടേൺ അറിയാതെ തെറ്റിയിട്ട് ടേൺ തെറ്റിയിട്ടുണ്ട്. ആണ് ലിഫ് പോയിട്ടുണ്ട്, അതാണല്ലേ. തെറ്റിപ്പോയിട്ടുണ്ട്. ആ ആ ആ അപ്പൊ ലിഫ് നമുക്കൊക്കെ ഇവിടുന്ന് ദമാമെന്ന് റിയാദ് പോകുമ്പോഴേ ആ മഹ്റജ ഒന്ന് തെറ്റിയ പിന്നാകെ കറങ്ങും. നമുക്ക് എപ്പോഴും പറ്റാറുണ്ടത് മഹ്റജ്. ഓക്കെ പിന്നെ മദ്ഖൽ എൻട്രൻസ് അല്ലേ ദുഹൂൽ നമുക്ക് ഇങ്ങനെ മോളിൻ്റെ ഒക്കെ ഗേറ്റ് മേലൊക്കെ എഴുതിയിട്ടുണ്ടാവും ദുഹൂലും പിന്നെ മഹ്റജും Maharajam. ഒക്കെ ഉണ്ടാവും എക്സിറ്റും എൻട്രിയും. സോ മദ്ഖൽ അല്ലെങ്കിൽ ദുഹൂലാണ് എൻട്രി ചെയ്യുന്നത്. ഓക്കെ പിന്നെ ജിസർ പാലം അല്ലെങ്കിൽ ഫ്ലൈ ഓവറിനൊക്കെ ജിസർ എന്നാ പറയാ ജിസർ. ഓക്കെ പിന്നെ ടണൽ നഫക് ടണൽ നമുക്ക് ഇവിടെ അത്ര ഇല്ല. റിയാദിലൊരു ടണൽ ഉണ്ട് അല്ലേ അവിടെ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നഫക്. മക്കത്തുണ്ടല്ലോ. ആ മക്കയിലുണ്ട് അവിടെ ഉണ്ട്. പിന്നെ ഇനി റോഡ് സേഫ്റ്റി വാർണിംഗ് സൈൻസ് ഒന്ന് ഹഫിഫ് സുറ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറക്കാൻ അതായത് സ്ലോ ഡൗൺ ചെയ്യാൻ. ഓക്കെ ഹഫിഫ് എന്ന് പറഞ്ഞാൽ സ്ലോ ഡൗൺ ചെയ്യാൻ സുറ സ്പീഡ്. സോ ഹഫിഫ് സുറ എന്ന് പറഞ്ഞാൽ സ്ലോ ഡൗൺ എന്നാണ് പതുക്കെ പോകുക എന്ന യൂസേജ് ആണ്. ഓക്കെ തെഹ്വീലാണ് ഡൈവേർഷൻ. ഇനി നോക്കൊണ്ടു തെഹ്വീൽ ഉണ്ടാവും കേട്ടോ. അമാമക് തെഹ്വീല ഏത് റോഡ് വർക്ക് നടക്കുകയാണെങ്കിലും അവിടെയൊക്കെ ഉണ്ടാവും അമാമക് തെഹ്വീല എന്ന് അറബിയിലായിരിക്കും പക്ഷേ എഴുതി ഉണ്ടാവുക. ഡൈവേർഷൻ അഹെഡ് അമാമക് തഹ്വീല. ഖത്തറാണ് ഡേഞ്ചർ ഖത്തർ അല്ലേ ഹിന്ദിയിലും ഉണ്ട് ഖത്തിര എന്ന് പറഞ്ഞ ഖത്തറാണ് എന്ത് ഡേഞ്ചർ. Danger. ഓക്കെ ഇലക്ട്രിക് ഷോക്കാണ് അസ്വിദുമൽ കെഹ്റുബായിയ അല്ലെ കെഹ്റുബ ഇലക്ട്രിസിറ്റി എന്നറിയില്ലേ ഇല്ലേ ഫത്തൂറ കെഹ്റുബായിട്ടൊക്കെ വരുന്നതാണ് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ. സോ കെഹ്റുബായിയ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാണ്. സ്വിദുമ എന്ന് പറഞ്ഞാൽ ഷോക്കാണ് ഇലക്ട്രിക് ഷോക്കാണ്. ഓക്കെ അപ്പോൾ ഇലക്ട്രിക് ഷോക്കാണ് സ്വിദുമൽ കെഹ്റുബായിയ. പിന്നെ വാണിംഗ് തെൻബിയ കണ്ടുണ്ടോ? തമ്പിയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പുറത്ത് നോക്കിയാൽ ഇനി നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നോക്കൊണ്ടു ഏതെങ്കിലും റോഡിൽ തൻബിയ എഴുതിയിട്ടുണ്ടാവും റോഡ് വർക്ക് നടക്കുന്ന അവിടെ. ഓക്കെ അത് വാർണിംഗ് ആണ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ് തെൻബിയ. ഓക്കെ ഇനി നമ്മൾ ഒരു ഏരിയ പ്രദേശം ഒക്കെ അതിന് നമ്മൾ മിൻതക്ക അല്ലെങ്കിൽ ഫരീജ് എന്ന് പറയും. മിൻതക്ക ഫരീജ് ഒരു ഏരിയ ഒരു നെയ്ബർഹുഡ് ഒക്കെ നമ്മൾ പറയില്ലേ ഒരു പ്രദേശം ഒരു കോളനി എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നതാണ് എന്ത് മിൻതക്ക അല്ലെങ്കിൽ ഫരീജ്. ഓക്കെ ഇത് ലോക്കലായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ് ഫരീജാണോ? ആ ഫരീജാണ്. പക്ഷെ മിമിൻത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒക്കെ സ്പെഷ്യൽ ഏരിയാസ് ഒക്കെ അല്ലേ. ഇപ്പൊ ഹോസ്പിറ്റലിലായാലും ഒരു ഏരിയ ഉണ്ടാവുമല്ലോ വെയിറ്റിംഗ് ഏരിയ ഒക്കെ. അപ്പം അതിനൊക്കെ മിൻതക്കാന്ന് റിട്ടേണിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ നിങ്ങൾ നോക്കുന്നുണ്ടോ? ഓക്കെ മിൻതക്കൽ ഇന്തുലാർ വെയിറ്റിംഗ് ഏരിയ എന്നൊക്കെയുള്ള രീതിയിൽ മിൻതക്കാന്ന് കാണാം. ഫരീജ് പറയാറുണ്ട് സംസാരത്തിൽ രണ്ടും പറയാറുണ്ട് കേട്ടോ മിൻതക്ക അല്ലെങ്കിൽ ഫരീജ്. ഇനി സിഗ്നലിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇഷാറ. അപ്പം വലത്ത് സിഗ്നൽ ആകുമ്പോൾ റൈറ്റ് സിഗ്നൽ ഇഷാറ യമീൻ അല്ലേ. ലെഫ്റ്റ് സിഗ്നൽ ആകുമ്പോൾ ഇഷാര യസാർ. യെസ്. ഇനി റൈറ്റ് എക്സിറ്റ് ആ മഖ്റജ് അല്ലേ മഖ്റജ് യമീൻ ഇനി ലെഫ്റ്റ് എക്സിറ്റ് മഖ്റജ് യസാർ. മഖ്റജ് യസാർ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവണം. നെക്സ്റ്റ് കാർഡിനൽ ഡയറക്ഷൻ ആണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും അറിയാം അല്ലേ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഷറക്കിയയിലാണ് അല്ലേ ദമാമുള്ളവരൊക്കെ നമ്മൾ ആ ഷറക്കിയ എന്ന് പറയും അതായത് ഈസ്റ്റേൺ സൈഡ് ഈസ്റ്റേൺ പ്രോവിൻസ്. സോ ഈസ്റ്റ് നോർത്ത് ഷിമാലാണ് ഷിമാൽ. സൗത്ത് ജുനൂബാണ് ജുനൂബ്. ഈസ്റ്റ് ഷറഖ് ആൻഡ് വെസ്റ്റ് ഗറബ്. ഓക്കെ ഇതിങ്ങനെ നമുക്ക് നമുക്ക് സംസാരത്തിൽ ഉണ്ടാവൂല പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കട്ടോ
നമ്മളെ 4 കാർഡിനൽ ഡയറക്ഷൻ. സോ ഷിമാൽ, ജുനൂബ്, ഷറഖ്, ശരി. ഗറബ്. നമ്മളിപ്പം ഇംഗ്ലീഷിലൊന്നും ഇപ്പോൾ ഈസ്റ്റിലാണ് സൗത്തിലാണെന്ന് പറയാറില്ല, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ടേംസ് ഒക്കെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം കേട്ടോ. ഇനി ഉഖ്ത് ഹനാൻ പറയൂ, എവിടെയാണ് ആ ബസ് സ്റ്റേഷൻ? സ്റ്റേഷൻ എന്താ നമ്മൾ പഠിച്ചത്? സ്റ്റേഷൻ്റെ അറബിക് വേർഡ് ബസ് സ്റ്റേഷന്റെ അറബിക് സ്റ്റേഷനിന്റെ മഹത്വ. മഹത്തൽ മത്തൽ ബാസ്. ബാസ്. അത് എവിടെയോ നമ്മൾ പഠിച്ചില്ലേ? ഏതിലാണത്? മോഡ്യൂൾ ആ 13 മോഡ്യൂള് കേട്ടിട്ടുണ്ട്, അതാണ്. ഓക്കെ, അപ്പൊ മഹത്വയാണ് സ്റ്റേഷൻ കേട്ടോ. മഹത്വ സ്റ്റേഷൻ. മഹത്വം. ഓക്കെ, അപ്പൊ ബസ് സ്റ്റേഷൻ ആകുമ്പോൾ മഹത്വൽ ബാസ് എന്ന് മഹത്തൽ വരും. ബാസ്. ഓക്കെ, മഹത്തൽ ബാസ്. ആ മഹത്വൽ ബസ്. സോ എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ? എങ്ങനെ ചോദിക്കും ഉഖ്ത് ഹനാൻ? നിങ്ങൾ ഉഖ്ത് ഷെഫീദയോട് ചോദിക്കണേ, എവിടെയാണ് റെയിൽവേ സ്റ്റേഷന്? വെയിൻ മഹത്തൽ മത്തർ. റെയിൽവേ ആണ്. ഓക്കെ, ഖിത്താറാണല്ലോ. സോറി, ഖിത്താർ. സോ ഖിത്താർ. വേർ മഹത്തൽ ഖിത്താർ? മഹത്തൽ ഖിത്താർ. വെയിൻ മഹത്തൽ ഖിത്താർ. എവിടെയാണ് ബസ് സ്റ്റേഷൻ? അപ്പം ഉഖ്ത് പറയാണെന്തേ, നേരെ സീത. സ്ട്രേറ്റ് അഹെഡ്, ദെൻ ടേക്ക് റൈറ്റ്. യെസ്. സീത ആ വ ബാ- സീത വ ബാദേൻ യമീൻ. യമീൻ. ഇപ്പോൾ സ്ട്രേറ്റ് അഹെഡ്, നേരെ പോകുക. അപ്പോൾ എന്ത് പറയാം? സീത. സീത റുഹ് സീത. റുഗദ എന്ന് സീത. പറയാം. ദെൻ എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിന് പകരം ഖിദാം ഉപയോഗിക്കാം അല്ലേ? ഗദ്ദാം ഖിദാം പറയാൻ പറ്റും. പറയാം. ഖിദാം. അതാ പറഞ്ഞ റൂ സീത ഉപയോഗിക്കാം, റൂ അലത്തൂൽ പറയാം, റൂ ഗദ്ദാം എന്നും പറയാം. ഓക്കെ, നേരെ പോകാന്. എന്നിട്ട് ബഅദൈൻ, അതിന് ശേഷം എന്ത് ചെയ്യാ? ബാദേൻ യമീൻ. യമീൻ. ഇനി യമീൻ. ടേക്ക് റൈറ്റ് എന്നാണെങ്കിലോ, ടേക്കിന്റെ അറബിക് വേർഡ് എന്താണ്? ടേക്ക് ഖുദ് ആണല്ലോ. ഓക്കെ, ഖുദ് യമീൻ എന്ന് പറയാം. അപ്പൊ ഖുദ് എഴുതി വെക്കണം, വെരി ഇമ്പോർട്ടന്റ് വേർബ് ആണ് അല്ലേ? ടേക്ക് റൈറ്റ് എന്നാണെങ്കിൽ ഖുദ് യമീൻ. ഖുദ് യമീൻ അല്ലേ? കറക്റ്റ് അതിന്റെ പ്രോപ്പർ. അപ്പം റുസീദ വബഅദൈൻ ഖുദ് യമീൻ. ഖുദ് യമീൻ. എന്ത് ചെയ്യുക? റൈറ്റ് എടുക്കുക. ഓക്കെ, ഇനി ജസ്റ്റ് യമീൻ എന്ന് പറഞ്ഞാലും മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും അല്ലേ, വലത്തോട്ട് പോവാന്നുള്ളത്. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ വൊക്കാബുലറീസ് ഒക്കെ പഠിക്കുകയാണ്. ഓക്കെ, ഖുദ് യമീൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഉഖ്ത് ഹനാൻ ചോദിക്കൂ, ഹൗ ഡു ഐ ഗോ ടു മോൾ? ഗോ ടു മാൾ. കൈഫ് ഐ ഗോ. ذهب المال. I go. റിട്ടേൺ ആണ്, റിട്ടേൺ ആണ്. സ്പോക്കിൽ നമ്മൾ അറൂഹാണ്, അറൂഹ്. അറൂഹ്. ഓക്കെ, അറൂഹ് മോൾ. കേഫ് അറോഹ് ഇലൽ മോൾ. ടു എന്ന് പറയുമ്പം ഇലൽ മോൾ. ടു പറയുമ്പം ഇലൽ മോൾ. കേഫ് അറോഹ് ഇലൽ മോൾ. എങ്ങനെ മോൾക്ക് ഞാൻ പോവാ? ഓക്കെ, അപ്പം പറയാണെന്ത്? ടേൺ ലെഫ്റ്റ് അറ്റ് ദ സിഗ്നൽ. ഓക്കെ, അതിന്റെ അറബി വരുന്നുണ്ട്, നിങ്ങൾ നോക്കൂലെന്നറിയാം എന്നാലും. ഓക്കെ, ഷഫീദ പറയാം. അപ്പൊ ടേൺ ലെഫ്റ്റ്. ടേൺ ലെഫ്റ്റ് അല്ലേ? യസാർ. ടേണിന് എന്താ നമ്മൾ പഠിച്ചത്? യു ടേൺ. അപ്പം എന്താണ് ലുഫ് യസാർ. ഇനി അറ്റ് ദ സിഗ്നൽ ഉണ്ട്. സിഗ്നൽ നമുക്കറിയാം ഇഷാറ. അൽ ഇഷാറ. അൽ ഇഷാറ, അൽ ഇഷാറ എന്നാണ് ഏറ്റവും പ്രോപ്പർ കേട്ടോ. സിഗ്നലിൽ ഐന്ദൽ ഇഷാറ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഐന്ദൽ ഇഷാറ. ഓക്കെ, അല്ലെങ്കിൽ അലൽ ഇഷാറ എന്ന് പറയാം, ഐന്ദൽ ഇഷാറ എന്ന് പറയണം. ഒന്നും കൂടി പ്രോപ്പർ. അത് സിഗ്നലിന്റെ അടുത്ത് നിന്ന്, സിഗ്നലിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമുക്ക് ഐന്ദക്ക് നമ്മൾ ഒരു മീനിങ് പഠിച്ചു. എന്താണ് യു ഹാവ്. ഐന്ദാന്ന് പറഞ്ഞാൽ ഹാവ് എന്നുള്ള മീനിങ് ആണ് ഐന്ദ. ഐന്ദക്ക് അടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന്, സിഗ്നലിൽ നിന്ന് എന്നൊരു യൂസേജും വരുന്നുണ്ട്. ഓക്കെ, പൊതുവെ ഇന്ദക്ക് എന്ന് പറഞ്ഞാൽ യു ഹാവ് എന്നല്ലേ? ഇന്ദക്ക് മാത്രം പഠിക്കല്ലേ, ഐന്ദാന്ന് പഠിച്ചാൽ ഹാവ്, ഐന്ദാന്ന് പറഞ്ഞാൽ ഹാവ്. ഓക്കെ, ആ ഇന്ദക്ക് ഈ എന്ന് ചേർക്കുമ്പം ഐ ഹാവ് ആയി. ഇന്ദി ഐ ഹാവ്. ആ ഇന്ദക്ക് ചേർക്കുമ്പം ഇന്ദക്ക് യു ഹാവ് ആയി. ഐന്ദ ബൈ അലോൺ, എന്താന്ന് പറഞ്ഞാൽ ഹാവ് ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഹാവ് ഐന്ദയാണ് ഹാവ്. അതുപോലെ ഐന്ദക്ക് വേറൊരു അർത്ഥമുണ്ട്, അടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന്. അന ഐന്ദൽ മുദീർ, ഞാൻ മാനേജറിന്റെ അടുത്തുണ്ട്, മാനേജറെ കൂടെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഐന്ദ പറയാറുണ്ട് അവിടെ. അപ്പൊ എനിക്ക് മാനേജർ ഉണ്ട് എന്നുള്ളതല്ല. ഓക്കെ, ഹു ഐന്ദൽ മുദീർ, അവന് മാനേജറിന്റെ അടുത്തുണ്ട്.
ഓക്കെ ഞാൻ ഇന്ത സയ്യാറ ഞാൻ കാറിൻ്റെ അടുത്തുണ്ട് അപ്പം എന്തൊക്കെ വേറൊരു മീനിങ്ങും വരുന്നുണ്ട് അപ്പം ഇപ്പോൾ ലുഫ് ടേൺ ലെഫ്റ്റ് അറ്റ് ദ സിഗ്നൽ അപ്പം നിങ്ങൾക്ക് അവിടെ എങ്ങനെയും യൂസ് ചെയ്യാം ലുഫ് لوف യസാർ يسار എന്തൽ إن ഇഷാറ ഓക്കെ എന്തൽ ഇഷാറ എന്ന് പറയാം അല്ലെങ്കിൽ അലൽ ഇഷാറ എന്നും പറയാം രണ്ടും إن കറക്റ്റ് അപ്പോൾ إشارة എവിടെയുടെ لوف യൂസേജും കൂടെ يسير പറഞ്ഞുതരാം ഓക്കെ സോ ഇന്ദൽ ഇഷാറ ലുഫ് യസാർ അല്ലെങ്കിൽ അലൽ ഇഷാറ ലുഫ് യസാർ അല്ലേ ഇനി എന്താ മോള് മുന്നിലുണ്ടാകും എങ്ങനെ പറയും المول ഉം. المول قدامك ഗദ്ദാമക് قدام നിന്റെ قدام മുന്നിൽ ഇനി ഗദ്ദാമക്ക് അല്ലാതെ വേറെ വേർഡ് എന്താണ് ഇൻ ഫ്രണ്ട് ഓഫ് യു أمام അമാമക് അമാമക് അപ്പൊ അക്ക് ചേർത്ത് നിന്റെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അമാമിന്റെ കൂടക്ക് ഓക്കെ أمامك അല്ലേ അമാമക് അപ്പം എന്താണ് അൽമോൾ അമാമക് അല്ലെങ്കിൽ ഗദ്ദാമക് രണ്ടും യൂസ് ചെയ്യാം أوكي ക്ലിയർ അല്ലേ أوكي أوكي ഇനി ഉഖ്ത് ഷഫീദ ചോദിക്കൂ വേർ ഇസ് ദ നിയറസ്റ്റ് ഫാർമസി فارماسي ആ سيد سيدلي സ്വൈതലിയ سيدلية സ്വൈതലിയ أوكي അത് എല്ലാ ഫാർമസിന്റെ അടുത്തും അറബിയിൽ എഴുതിയിട്ടുണ്ടാവും وين സ്വൈതലിയ سيدلي أقرب ഉം. صيدلية അക്രബ് അക്രബ് എന്ന് പറയാൻ കാരണം ഗരീബ് നമ്മൾ നിയർ പഠിച്ചു അല്ലേ അടുത്ത് എന്നുള്ളത് ഗരീബ് ഇനി നിങ്ങൾക്ക് വേർ ഗരീബ് സൈതലിയ എന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ആ വേർ നിയറസ്റ്റ് ആ നിയർ എന്താണ് ഗരീബാണ് നിയറസ്റ്റ് എന്നായപ്പം അക്രബ് എന്ന് വന്നു ഓക്കെ أوكي ഓക്കെ എന്താണ് പിന്നെ വലുത് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ കെബീർ كبير അപ്പോൾ أو صد ഹയസ്റ്റ് ആകുമ്പോൾ بعمل അക്ബർ എന്ന് പറയും أكبر മനസ്സിലായോ അത് ചേഞ്ച് വരും أوكي ഓക്കെ സറീർ അസ്റാർ കസീർ അക്സർ ഓക്കെ أوكي ആ ഫോം എടുക്കുമ്പം അജക്റ്റീവ്സിൽ ചേഞ്ച് വരും അതാണ് അപ്പോൾ ഇവിടെ കറക്റ്റ് നിയറസ്റ്റ് എന്നാകുമ്പം അഗ്രബ് എന്നാണ് പറയേണ്ടത് ഗരീബാണ് നിയറസ്റ്റ് ആകുമ്പം അക്രബ് أقرب വെൻ അഗ്രബ് സൈദലിയ എവിടെയാണ് അടുത്തുള്ള ഫാർമസി സൊഹ്ത് ഹനാൻ പറയൂ എവിടെയാണ് അടുത്തുള്ള ഫാർമസി നെക്സ്റ്റ് ടു ദ പാർക്ക് ഫ്രണ്ട് ഓഫ് സൂപ്പർ മാർക്കറ്റ് സോ നെക്സ്റ്റ് എന്താണ് ജമ്പ് എന്ന് നമ്മൾ പറയാം ജമ്പ് جنب അടുത്ത് ജമ്പ് ജമ്പ് ഓക്കെ ഇനി പറയൂ പാർക്കിന് നമ്മള് ഉം. എന്താണ് പാർക്കിന് നമ്മൾ പാർക്ക് എന്താ പറയാ ഹദീക്ക حديقة ആ ഹദീഖത്തുൽ അതന്നെ പറഞ്ഞോ അത്ഫാൽ എന്നല്ലേ പറയാ പാർക്കിന് ഹദീഖത്തുൽ അത്ഫാൽ എന്നാണ് അധിക കുട്ടികളെ പാർക്ക് അത്തുഫാൽ എന്ന് പറയുമ്പോ കിഡ്സ് പാർക്കായി ജസ്റ്റ് പാർക്കാണില്ല ഹദീക്ക പറഞ്ഞാൽ പാർക്ക് മതി ഹദീഖ പറഞ്ഞ പക്ഷെ ആ ഹദീഖ ഗാർഡൻ അല്ലേ ആ ഗാർഡൻ പാർക്ക് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഹദീക്ക എന്ന് യൂസ് ചെയ്യാം ഹദീഖ തന്നെയാണല്ലേ ഓക്കെ അപ്പം ജംബൽ ഹദീഖ ഉം. പിന്നെ പറഞ്ഞ എന്താണ് പിന്നെ ഫ്രണ്ട് ഫുള്ള് ഓഫ് സെന്റൻസ് സൂപ്പർ سوبر അത്രേ ماركت ഉള്ളൂ ഫ്രണ്ട് ഓഫ് സൂപ്പർ മാർക്കറ്റ് സ്ക്രീനിലുണ്ട് താഴെ ഇങ്ങനെ അമാമ കിടന്ന് സ്ക്രീനിൽ ഖിദ്ദാം കാണുന്നുണ്ടോ സൂപ്പർ മാർക്കറ്റ് ആ സ്ക്രീനിൽ കാണുന്നുണ്ടോ നിങ്ങള് ഞാനിങ്ങനെ താഴെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണുന്നില്ലേ كان കാണുന്നുണ്ട് അതിന്റെ കാണുന്നുണ്ട് താഴെ ആയിട്ട് ഞാൻ അറബി നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടിരിക്കുക നിങ്ങൾ എന്നെ ട്രൈ ചെയ്യട്ടെ വിചാരിച്ചിട്ട് ആ ആ أوكي ഫ്രണ്ട് ഓഫ് ദി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പം ഖിദ്ദാം അൽ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഗദ്ദാമൽ സൂപ്പർ മാർക്കറ്റ് അല്ലേ ആ അപ്പൊ ജംബൽ ഹദീക്ക ഗദ്ദാമൽ സൂപ്പർ മാർക്കറ്റ് കണ്ടോ ഇനി ആ നെക്സ്റ്റ് ഇനി ഉഖ്ത് ഷഫീദ ചോദിക്കൂ അടുത്ത ഡയറക്ഷൻ ആണ് അല്ലേ എങ്ങനെ ചോദിക്കുക ATM വേർ ഈസ് ATM വെയിൻ ATMന് സൊറാഫ് എന്ന് ATM പറയാം സറാഫ് സെറാഫ് ATM ചോദിച്ചാലും കുഴപ്പമില്ലല്ലോ അല്ലേ ഇല്ലല്ല ATM എന്നും ചോദിക്കാം വെയിൻ വെൻ സെറാഫ് സറാഫ് അല്ലെങ്കിൽ വെയിൻ വെൻ സെറാഫ് സറാഫ് വെൻ ATM ഓക്കെ അപ്പൊ ഉഖ്ത് ഹനാൻ പറയൂ ഓൺ യുവർ റൈറ്റ് ബിസൈഡ് ദ ബാങ്ക് റൈറ്റ് എന്ന് പറയുമ്പം എമിൻ യമീനക് യമീനക് ബിസൈഡ് ദ ബാങ്ക് ആണല്ലേ ആ ജംബൽ ആ ബാങ്ക് മുസ ബാങ്ക് മുസ മസ്റഫ് മറ്റേ മസ്റഫ് ബാങ്ക് എന്ന് പറയും ബാങ്കിനെ മസ്റഫ് 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 ഓക്കെ മസ്റഫ് മസ്റഫ് എന്ന് പറയും അപ്പം ബാങ്ക് എന്ന് പറഞ്ഞാൽ മതി ബാങ്ക് എന്ന് പറഞ്ഞാലും അറബിയിൽ ബാങ്ക് അവർ അപ്പം നോക്കൂ ബിസൈഡ് നെക്സ്റ്റ് എന്നൊക്കെ ഉള്ളതിന് നമ്മൾ ജമ്പ് എന്നാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ജമ്പ് ജമ്പ് അപ്പം അത് അറിഞ്ഞിരിക്കണം ലൊക്കേഷൻ ചോദിക്കുന്ന സമയത്ത് ജമ്പൊക്കെ ചോദിക്കുമ്പോൾ അതാണ് ജമ്പ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ തമാം ജംബ് എന്ന് പറഞ്ഞാൽ അടുത്തുനിന്നല്ലേ ആ ബിസൈഡ് അടുത്ത് അതിൻ്റെ നെക്സ്റ്റ് അടുത്തായിട്ട് നെക്സ്റ്റ് ആയിട്ട് അല്ലെ ആ പള്ളിൻ്റെ അടുത്ത് തന്നെയാണ് ബക്കാല എന്ന് പറയില്ല അപ്പം ജമ്പൽ മസ്ജിദ് ഓക്കെ നെക്സ്റ്റ് ടു മോസ്ക് അല്ലെങ്കിൽ ഓക്കെ ഇനി ഇനി ഉഖ്ത് ഹനാൻ ചോദിക്കൂ ഞാൻ ഒരു ചെറിയ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ അപ്പൊ ഇന്ത ഇഷാറ പറയുമ്പം നിയർ ടു ദി സിഗ്നൽ എന്നുള്ള അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പറയടാ അതെ അപ്പൊ ലുഫ് യമീൻ
ഇന്റെ ഇഷാറ ഉള്ള ഒരു സെന്റൻസ് പറഞ്ഞില്ലേ, ആ ടേൺ ആ റൈറ്റ് ആ ഫ്രം യുവർ ആ സിഗ്നൽ എന്ന് പറയില്ലേ, ആ അവിടെ അപ്പൊ ജമ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇന്തിന് പകരം, ഇന്തൊക്കെ പകരം? ഇല്ല ഇല്ല. അപ്പോൾ ജമ്പൽ ഇഷാറ എന്ന് പറയില്ല. ആ ആ യൂസേജ് കറക്റ്റ് ആവില്ല. നമ്മൾ ആ സിഗ്നലിന്റെ അത് കറക്റ്റ് അടുത്തുന്ന്. ആവില്ല. അടുത്തുനിന്ന് അങ്ങനെ അത് സംസാരത്തിൽ അങ്ങനെ വരൂല. ഇന്ദൽ ഇഷാറ അല്ലെങ്കിൽ അലൽ ഇഷാറ അങ്ങനെ വരുള്ളൂ. ഓക്കെ ഓക്കെ, അത് ഓക്കെ നമ്മൾ മലയാളത്തിൽ അടുത്തുനിന്നുള്ളത് നമ്മൾ ഫ്രം ദ സിഗ്നൽ എങ്ങനെയാണ് അത് വരൂല കേട്ടോ. ആ യൂസേജ് കറക്റ്റ് ആവില്ല. ഓക്കെ ഓക്കെ, കറക്റ്റ് നമ്മൾ ആവില്ല. ഓക്കെ ഓക്കെ. മലയാളത്തിൽ അടുത്തുനിന്ന് അതിന്റെ അടുത്തുനിന്ന് ആ ആ പറയുകയാണെങ്കിലും അടുത്തുനിന്ന് ആലോചിച്ചിട്ട് ഞാൻ ആ ചോദിച്ചതാണ്. അത് ഓക്കെ ഓക്കെ, അങ്ങനെ എനിക്ക് മനസ്സിലായി. വരൂല. ഓക്കെ സിഗ്നലിൽ നിന്ന് ഫ്രം സിഗ്നൽ നാകുമ്പോൾ ഇന്ദൽ ഇഷാറ അല്ലെങ്കിൽ അലൽ ഇഷാറ അറ്റ് ദ സിഗ്നൽ ആ എന്ന ഓക്കെ രീതിയിൽ. ഓക്കെ, തമാം. ഓക്കെ. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ പറയൂ, വേർ ഐ ക്യാൻ ഫൈൻഡ് ടാക്സി എങ്ങനെ ചോദിക്കും? ടാക്സി. ടാക്സി എന്ന് ടാക്സിക്ക് ടാക്സി പറയുമ്പോ തന്നെ. മറ്റേ ടാക്സിയാണ്. ഉം. ടാക്സി തന്നെയാണ് അല്ലേ? ആ വേറിന് എന്താണ്? വേർ വെയിൻ. വെയിൻ. ഐ ക്യാൻ എന്നുള്ളതിന് പഠിച്ചില്ലേ? ഐ ക്യാൻ പഠിച്ചു. ഉഖ്ത അൽക്ക ഷഫീദ്. ഏ ആ അൽക്ക ഏ ഐ ക്യാൻ എന്നുള്ളത് നമ്മളൊരു വേർഡ് പഠിച്ചു. അഗ്ദർ എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? അഗ്ദർ ഇല്ല, ടേം അക്തർ. പഠിച്ചിട്ടില്ലേ? അഗ്ദർ ഞാൻ ചോദിക്കാറുണ്ട്. തെഗ്ദർ തഷു ഫഷാഷ ക്യാൻ യു സീ ദ ആ സ്ക്രീൻ ആ എന്നൊക്കെ. ആ ആ ആ തെഗ്ദർ എന്ന് പറഞ്ഞാൽ യു ക്യാൻ, അഗ്ദർ എന്ന് അക്ബർ. പറഞ്ഞാൽ ഐ ക്യാൻ ആണ്. ഓക്കെ, ഉഖ്ത ഹന നോട്ട് ചെയ്യണം. അഗ്ദർ. എന്താണ്? അഖ്ദർ എന്നാണ് എഴുതുക, അഖ്ദർ. പക്ഷെ അഗ്ദർ എന്നാണ് പറയുക, അഗ്ദർ. ഓക്കെ. അഗ്ദർ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ എന്നാണ്. ഓക്കെ, ഉം. സോ വേർ അപ്പൊ ഓക്കെ. ക്യാൻ ഐ എന്നാണെങ്കിലും ഐ ക്യാൻ ആണെങ്കിലും അഗ്ദർ എന്നാണ് പറയാ. അപ്പൊ വെയിൻ, അക്ദർ, ആ ടാക്സി. ഇനി ഫൈൻഡ് വേണം. അല്ല, പിന്നെ ഫൈൻഡ് വേണം. ഐ ഫൈൻഡ് ഫൈൻഡ്. ആണെങ്കിൽ അൽക്ക എന്നാണ് അൽഗ എന്ന് പറയും. ഒക്കെ നമുക്ക് പുതിയ ടേം അല്ലേ, നോക്കിക്കോളൂ. ആ അൽക്ക അൽക്ക. എന്നാണ് അൽഗ എന്ന് പറയും. ഫൈൻഡ് ഇലല്ലിക്ക എന്ന് പഠിച്ചിട്ടുണ്ടോ? സി യു എന്നൊക്കെ ഉള്ളത് പഠിച്ചില്ലേ നമ്മള് ആ ഗ്രീറ്റിംഗ്സില്? അതെ അതെ. അല്ലേ, ലിക്ക മീറ്റ് ചെയ്യാം, ഫൈൻഡ് ലിക്ക. ചെയ്യാം. മീറ്റ് ലിക്ക ആ എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക എന്നുള്ള മീനിങ് ഒക്കെ വരുന്നുണ്ട്. അവിടുന്നാണ് അൽക്ക. ആ. ഓക്കെ, സോ ഒന്നുകൂടെ പറയാ, വേർഡ് പറഞ്ഞ ചെയ്യൂ എന്നുള്ള വേർഡ് ഞാൻ മറന്നുപോയി. ഒന്ന് ഇലല്ലിക്ക പറഞ്ഞുതരോ? ഇലല്ലിക്ക. 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 ഓക്കെ. ഓക്കെ, ഇലല്ലിക്ക. സോ ഇവിടെ ഐ ക്യാൻ ഉള്ളത് അഗ്ദർ. വെൻ അഗ്ദർ അൽക്ക ടാക്സി. വെൻ അഗ്ദർ അൽക്ക. ഇനി അഗ്ദർ വേണം എന്നില്ല. വേർ ഐ ഫൈൻഡ് ടാക്സി എന്നാണെങ്കിൽ വെൻ അൽക്ക ടാക്സി. എവിടെ ടാക്സി ഉണ്ടാവുക എന്ന് ചോദിക്കില്ല. ആ യൂസേജ് ആണ് കേട്ടോ. ആ. നമ്മൾ ചോദിക്കൂലേ എവിടുന്ന ടാക്സി കിട്ടുക എന്നൊക്കെ ചോദിക്കൂലേ, അതാണ് വെൻ അൽഗ ടാക്സി. അപ്പം അഗ്ദർ എന്നുള്ളത് ഐ ക്യാൻ വെൻ അഗ്ദർ അൽക്ക ടാക്സി, വേർ ആൻഡ് ഐ ഫൈൻഡ് ടാക്സി. അപ്പം അഗ്ദറും അറിയണം, അൽക്കയും അറിയണം. അൽക്ക വെച്ച് യൂസ് ചെയ്താൽ തന്നെ കറക്റ്റ് ആണ്. ഓക്കെ. ഓക്കെ, അപ്പോൾ ആ ടേം എഴുതി വെക്കണം കേട്ടോ. അൽക്ക, ഐ ഫൈൻഡ്, അഗ്ദർ, ഐ ക്യാൻ. അതിൻ്റെ പല യൂസേജ്, തെഗ്ദർ, യു ക്യാൻ, യു ഓൾ ക്യാൻ, ഹി ക്യാൻ, ഷീ ക്യാൻ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് ഐ ക്യാനും ഐ ഫൈൻഡ്, ഐ നോ, ഐറിഫ് ഒക്കെ ഉള്ളതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, സോ വെൻ അൽക്ക ടാക്സി. എവിടെ ടാക്സി കിട്ടുക? പുഖ്ത ഷഫീദ പറയൂ. ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോട്ടൽ. വെരി ഈസി. അമാമൽ ഇതാ അമാമൽ ആ ഫുന്ദൂക്ക് അല്ലെങ്കിൽ ഫുന്ദൂക്ക്. ഖുദ്ദാമൽ ഫുന്ദൂക്ക്. ഫുന്ദൂക്ക്. അപ്പം ഫുന്ദൂക്കാണ് ഹോട്ടൽ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഉം. ഫുന്ദൂക്ക്. ആ ഫുന്ദൂക്ക് ഹോട്ടലിന് കണ്ടിട്ടുണ്ട്. ഫുന്ദൂക്ക് എന്നാ പറയാം. മത്താം എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റ്. ഓക്കെ, സോ ഗദ്ദാമൽ ഫുന്ദൂക്ക് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇനി നെക്സ്റ്റ്, യെസ്, വേർ ഇസ് ദ എൻട്രൻസ് ഓഫ് ദിസ് നെയ്ബർഹുഡ്? സോ നമ്മൾ പഠിച്ചു എൻട്രൻസ് എന്താണ്, മദ്ഖൽ അല്ലേ? മദ്ഹൂൽ. ആ. നെയ്ബർഹുഡിൽ നമ്മൾ എൻട്രി. എന്തൊക്കെയാ പഠിച്ചു? മിൻതക്ക എന്ന് പഠിച്ചു, ഫെരീജ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഹയ്യെ എന്ന വേർഡും ഉണ്ട്, ഹയ്യെ. ഹയ്യ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിയണം നിങ്ങൾക്ക്. സോ വേർ ഈസ് ദ എൻട്രൻസ് ടു ദിസ് നെയ്ബർഹുഡ്? സോ വെൻ മദ്ഖൽ. ഹയ്യ് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ? ഫരീജും ഹയ്യും ഞാൻ കണ്ടിട്ടുണ്ട്. ആ മറ്റേ ബോർഡ് ഞാൻ മിൻതക്ക റിട്ടേണിലാണ് കണ്ടിട്ടില്ല. അധികം ഉപയോഗിക്കുക. ഞാൻ ആ. പറഞ്ഞില്ലേ, ഇങ്ങനെ ഹോസ്പിറ്റലിലെ ആ. ഹാളുകളിലൊക്കെ ഓരോ ഏരിയക്ക് അവർ റൈറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. സോ വെൻ മദ്ഹൽ ഹയ്യെ, അല്ലേ? ആ പ്രദേശത്തേക്കുള്ള എൻട്രൻസ് എവിടെയാണ്? ഇപ്പോൾ നമ്മൾ വലിയ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിക്കളിക്കും. അവന് ഒരു ചിലപ്പോൾ പല സ്ഥലത്ത് ഗേറ്റ് ഉണ്ടാവും, ചിലതൊന്നും ഓപ്പൺ ഒന്നും ആവുണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യൽ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കണേ നമ്മളിങ്ങനെ ചോദിക്കണം, വെൻ മദ്ഹൽ ഹയ്യെ. ഓക്കെ, അല്ലെങ്കിൽ ഫരീജ്, വെൻ മദ്ഹൽ എൻട്രൻസ് അല്ലേ? എൻട്രൻസ്. ഓക്കെ, ഓക്കെ.
അപ്പോൾ പറയാണ് ഓക്കെ ഉഖ്ത് ഹനാൻ ട്രൈ ചെയ്യൂ. അറ്റ് ദ ഫസ്റ്റ് റൗണ്ട് അബൌട്ട് ടേക്ക് എ റൈറ്റ്. അറ്റ് ദ ഫസ്റ്റ് റൗണ്ട് അബൌട്ട് അല്ലേ? ആ റൗണ്ട് അബൌട്ടിന് ഞങ്ങൾ പറഞ്ഞു ഒരു എന്താണ് മിനിറ്റ്. ഉഖ്ത് ഷഫീദ ഹെൽപ്പ് ചെയ്യൂ. أول دوار. ദുവാർ ദുവാര. ദുവാർ. സോ അറ്റ് ദ ഫസ്റ്റ് റൗണ്ട് അബൌട്ടിൽ അപ്പൊ നമ്മൾ അവിടെ أول. എന്താന്ന് യൂസ് ചെയ്യണം? ദൗവാറ ഊല ഔവൽ. അല്ലേ? أول أول الدوار. ദൗവാറുൽ ഔവൽ എന്ന് പറയാം, ഔവൽ ദുവാർ എന്നും പറയാം. ഓക്കെ, ആദ്യത്തേത്. സോ ഐന്ദൽ ഔവൽ ദുവാർ. ടേക്കിന് എന്താ നമ്മൾ പഠിച്ചത്? إنت. ടേക്ക് ഖുദ് ടേക്ക് റൈറ്റ് ആവുമ്പോ يمين. ഖുദ് യമീൻ. യമീൻ. സോ അപ്പൊ നോക്കൂ, ഫസ്റ്റ് റൗണ്ട് അബൌട്ടിൽ നിങ്ങൾ റൈറ്റ്ക്ക് പൊയ്ക്കോളി എന്നുള്ളത് പറയണമെങ്കിൽ ഇന്ദൽ ഔവൽ ദുവാർ ഖുദ് യമീൻ. ഖുദ് യമീൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് അബൌട്ടിൽ അവിടെ നിന്ന്. ഓക്കെ, അപ്പം എന്താ അവിടെ യൂസ് ചെയ്യണം? ഓക്കെ, ഇന്ദൽ ദുവാർ ഔവൽ ദുവാറുൽ ഔവൽ അല്ലേ? ടേക്ക് റൈറ്റ്, റൈറ്റിലേക്ക് പോകാൻ. ക്ലിയർ ആണോ? ഇനി നമുക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി ഉഖ്ത് ഷഫീദ ചോദിക്കൂ, വേർ ഇസ് ദ നിയറസ്റ്റ്. ഓക്കെ, എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദ ബസ് സ്റ്റേഷൻ അങ്ങനെ ചോദിക്കും ഉഖ്ത് ഷഫീദ. സ്റ്റേഷൻ. വെയിൻ. ഫസ്റ്റ് എക്സ്ക്യൂസ് മീ ചോദിക്കണം. നമ്മൾ എപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ ചോദിക്കും, നമ്മൾ നേരെ ഒരാളടുത്ത് പോയിട്ട് എവിടെയാ ബസ് സ്റ്റേഷന് നമ്മൾ ചോദിക്കൂല, ഒന്ന് പറഞ്ഞു തരുമോ? മലയാളീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയോ? അതുപോലെ അറബിയിലാകുമ്പോൾ നമ്മൾ എക്സ്ക്യൂസ് മീ, പ്ലീസ്, ക്യാൻ യു ടെൽ മീ. ആ പ്ലീസ് എന്താണ്? പ്ലീസിൻ്റെ അറബിക് വേർഡ് എന്താണ്? ലവ് സമഹത്ത്. നമ്മൾ ഒരാളെ അറ്റൻഷൻ കിട്ടാനും ഒരു കാര്യം തുടങ്ങാനും ഒക്കെ ഒരു സ്ട്രേഞ്ചർ ആയ ആളെ നമ്മൾ എങ്ങനെയാണ് വിളിക്കേണ്ടത്? ലവ് സമഹത്ത്. ലവ് സമഹത്ത്. ലവ് സമഹത്ത്. ലവ് സമഹത്ത്. ഇത് നിങ്ങൾ ഇനി നിങ്ങൾ നോക്കൂ, മോളിൽ പോയാലും എവിടെ പോയാലും അറബ്സ് പറയുന്ന കേൾക്കാൻ നിങ്ങൾക്ക് ലവ് സമഹത്ത് അല്ലെ? ഷോപ്പിംഗ് മാളിൽ പോയാലും ഒക്കെ എന്താണ്, നമ്മളിപ്പോൾ ഒരാൾ വിളിക്കുകയാണ് എക്സ്ക്യൂസ് മീ, നമ്മൾ എക്സ്ക്യൂസ് മീ പറയും, പക്ഷെ അറബ്സ് വിളിക്കുക ലവ് സമഹത്ത്. ആ കേൾക്കുമ്പോൾ അപ്പം തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കും, അവിടെയുള്ള സെയിൽസ് പീപ്പിളൊക്കെ. ഇനി പെണ്ണിനോടാണെങ്കിൽ ലവ് സമഹത്തി, ലവ് സമഹത്തി. ഓക്കെ, പെണ്ണിനെ വിളിക്കുന്ന ഫീമെയിൽ സെയിൽസ് ഗേളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹോം ബോക്സോ അല്ലെങ്കിൽ റെഡ് ടാഗോ അങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ ലവ് സമഹത്തി നമുക്ക് വിളിച്ചാൽ അവർ പെട്ടെന്ന് അറ്റൻഷൻ വരും. ഇംഗ്ലീഷിൽ അല്ല അറബിയിൽ വിളിച്ചാൽ. ഓക്കെ, ലവ് സമഹത്തി. ഇങ്ങോട്ട് നിങ്ങൾ എന്ത് കാര്യം ഇനി അറബിയിൽ ചോദിക്കണം, ലവ് സമഹത്തി പ്ലീസ് അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, രണ്ടിനും ലവ് സമഹത്ത് എന്നാ പറയാം. അതൊരു അറബിയിലൊരു ഗോൾഡൻ വേർഡ് തന്നെ അതിന് നമുക്ക് പറയാം. അത് യൂസ് ചെയ്യലുണ്ട്. അത് യൂസ് ചെയ്യലുണ്ട്. ആ വേർഡ് ഞാൻ യൂസ് ചെയ്യരുത്, അതന്നെ യൂസ് ചെയ്യണം ഇനി മുതൽ. ഇനി പ്ലീസ് പറയരുത് അല്ലെ, ലവ് സമഹത്ത് തന്നെ പറയണം. നല്ല തിരക്കുകളുണ്ടാവുമ്പോ നമുക്ക് വേ തരാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയുമ്പോ അപ്പൊ അവർക്ക് അവരുടെ അറ്റൻഷൻ വേഗം കിട്ടും. നമ്മ അല്ലാതെ പ്ലീസ് അവരെ തിരിഞ്ഞനെ നോക്കൂല. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാലും തിരിയൂല. ലവ് സമഹത്ത് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഒരു മാറിത്തരും, തിരിഞ്ഞു തരും. ഓക്കെ, അപ്പം അതാണ് ലവ് സമഹത്ത്, അതാണ് ഗോൾഡൻ വേർഡ്. അതൊരു പൊളൈറ്റും ആണ്, ഒക്കെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഈ ലവ് സമഹത്ത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടും. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്ത് കാര്യം ചോദിക്കുകയാണ് നമ്മൾ ലവ് സമഹത്ത് വെച്ച് ചോദിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്, എവിടെയാണ് അടുത്ത എവിടെയാണ് ബസ് സ്റ്റേഷൻ? ഉഖ്ത് ഷഫീദ ചോദിക്കൂ. ലവ് സമഹത്തി. സമഹത്ത്. സമഹത്ത്. ഓക്കെ, സമഹത്ത്. ലവ് സമഹത്താണ്. ലവ് സമഹത്തി. ലവ് സമഹത്തി. ഓക്കെ, വെയിൻ. മഹത്തൽ ബസ്. ഓക്കെ, അപ്പം ഉഖ്ത് പറയൂ, ഗോ സ്ട്രേറ്റ് ആഫ്റ്റർ ദ സിഗ്നൽ ടേൺ റൈറ്റ്. Go straight. Go straight. روح قدام. After the signal. بعد الإشارة. Turn right. Turn right. لف يمين. لف يمين. കിട്ടുന്നില്ലേ ഇപ്പം? അപ്പം എന്താണ്, എല്ലാ ടേംസും കറക്റ്റ് അറിഞ്ഞിരുന്നാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഉഖ്ത് ഹനാൻ ചോദിക്കൂ, കുറച്ച് ടഫാണ്, നല്ല പ്രശ്നമല്ല, ഈസി തന്നെയാണ്. ഐ വാണ്ട് ടു നോ ദ ബസ് സ്റ്റേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഐ വാണ്ട് ടു നോ വേർ ദ ബസ് സ്റ്റേഷൻ ഈസ്. സോ ഐ വാണ്ട് എന്താണ്? ഐ വാണ്ട് എന്ന് പറയുമ്പം
ഐ വാണ്ട് ഉരീദ് 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 സ്പോക്കണിനേക്കാളും നല്ലത് അബുഗ 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 കേട്ടില്ല. ഐ വാണ്ട് ടു അബുഗ ആണ് സ്പോക്കണിൽ മോർ ആയിട്ട് യൂസ് ചെയ്യുക. സോ അബുഗയാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അബുഗ അബഗ അബുഗയും അബുഗ അഗ്ദറും നിർബന്ധമായിട്ടും എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഇന്ന് തന്നെ അബുഗയും ബൈഹാർട്ട് പിന്നെ പഠിക്കണം. എന്താ പറഞ്ഞ അടുത്ത വേർഡ് ഒന്ന് പറയോ? ഐ നോ can. അക്ബർ ഐ ക്യാൻ അല്ലേ? അഗ്ദർ. സോ അബുഗ ഐ വാണ്ട്, അഗ്ദർ ഐ ക്യാൻ. നമ്മൾ എപ്പോഴും പറയുന്നതാണ് അഖദർ അല്ലേ. അഗ്ദർ അസൂഖ സയ്യാറ, ഐ ക്യാൻ ഡ്രൈവ് ദ കാർ. അഗ്ദർ ഉസവി ബിരിയാണി, ഐ ക്യാൻ മേക്ക് ബിരിയാണി. സോ ബാക്കിയുള്ള വേർബ്സ് പിന്നെ പഠിക്കാം, പക്ഷെ അഗ്ദർ പഠിക്കുക. അഗ്ദർ ഐ ക്യാൻ. ഓക്കെ, അത് യു ക്യാൻ അബുഗ ആകുമ്പോൾ എങ്ങനെ വരും? തെഗ്ദർ എന്നാവും. അക്തർ തെഗ്ദർ അല്ലേ. നമ്മൾ എന്താണ് ആരിഫ് ഒന്നുകൂടി താരിഫ് repeat ചെയ്യോ? ഒക്കെ പഠിച്ചില്ലേ. ഐയും യു ആകുമ്പം ഐ ആകുമ്പം ആ വരും, യു ആയും ആകുമ്പം താ വരും താവര് അല്ലേ. നമ്മൾ ഒഹിബ് തൊഹിബ് പഠിച്ച ഓർമ്മയുണ്ട്. ഒഹിബ് ഐ മുഹിബ്. ലൈക്ക്, അതെ അതെ തൊഹിബ് യു ലൈക്ക്. അപ്പം ഏതൊരു വേർബിനും ആ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഐ എന്നുള്ളതും താ എന്ന് വെച്ച് സ്റ്റാർട്ട്, ഇൻതയുടെ തായാണ് വരുന്നത്. ഓക്കെ, സോ അന ഒഹിബ് ഐ ലൈക്ക്, ഇൻത തൊഹിബ് യു ലൈക്ക്. You like, ഓക്കെ, അതുപോലെ തന്നെ അഗ്ദർ അന അഗ്ദർ ഐ ക്യാൻ, ഇൻത തെഗ്ദർ യു ക്യാൻ. into- ഓക്കെ, അപ്പൊ okay, ക്യാൻ യു എന്നാണെങ്കിലും തെഗ്ദർ എന്ന് ചോദിച്ചാൽ മതി. അക്ബർ تقدر okay. تساعدني? Can you help me? Okay. تقدر تسوي ബിരിയാണി? Can you make ബിരിയാണി? ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കട്ടോ. ഇങ്ങനെ കേട്ട് ഫെമിലിയർ ആവാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് അഗ്ദർ ഐ ക്യാൻ, തെഗ്ദർ യു ക്യാൻ. അതുപോലെ പിന്നെ അബുഗ അബുഗ. ഐ വാണ്ട്, അബുഗ മായി അല്ലെങ്കിൽ അബുഗ Okay. മോയ I want you. അല്ലേ. അബുഗ ഹാദ സമാൻ, അബുഗ ഫത്തൂറ, എനിക്ക് ബില്ല് വേണം, ഒക്കത്തിനും വേണം എന്നുള്ളത് നമ്മൾ അബുഗയാണ് പറയേണ്ടത്. അബുഗ. അബഗ അബുഗ. ഓക്കെ, അപ്പം അബുഗ ഐ വാണ്ട്. പിന്നെ അപ്പൊ എന്താണ് അബുഗ. ഇപ്പം പിന്നെ അപ്പൊ അബുഗ I പഠിച്ചു. want to know എന്നാ പറഞ്ഞത്. അപ്പൊ നോന് നോ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു. ഐ നോ എന്നുള്ളതിന്റെ അക്തർ അറബി എന്താ? I അക്ദർ അയക്കാനാണ്. ഐ നോ അറബിക്, ഐ നോ ലിറ്റിൽ അറബിക് ഒക്കെ നിങ്ങൾ പഠിച്ചു. ഐ നോ ആരിഫ് ഒന്നാമത്തെ അറഫ് മോഡ്യൂളാണ് ഐ നോ. ആരിഫ് 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 അറബി ഷൊയ്യ അതെ പഠിച്ച ഓർമ്മണ്ടോ? ആരിഫ് അന മാ ആരിഫ് അറബി, എനിക്ക് അറബി അറിയൂല. അന ആരിഫ് ഐ നോ, അന മാ ആരിഫ് ഐ ആരിഫ് ഡോണ്ട് നോ. ഇൻത താരിഫ് യു നോ. അപ്പം അബുഗ ഐ വാണ്ട് ടു നോ എന്നല്ലേ പറഞ്ഞ. അപ്പം അബുഗ ആരിഫ് എന്നാ പറയണ്ടേ. യെസ്, അബ ആരിഫ്. മനസ്സിലായി. അപ്പൊ അബുഗ രണ്ട് ആരിഫ് വേർബ് നമ്മൾ കൂട്ടാണ്. അവിടെ ഐ ആയതുകൊണ്ടാണ് ആരിഫ് എന്ന് പറഞ്ഞത്. അബകയും ആരിഫും ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ആന്ന് രണ്ടിനും യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം അന അബക ആരിഫ്, എനിക്കറിയണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഇതിൻ്റെ കൂടെ 3 വേർബ്സ് പഠിച്ചു. ഓക്കെ, കാരണം നമ്മൾ വേർബ് ഞങ്ങൾക്ക് പിന്നെ ആഫ്റ്റർ 20 മോഡ്യൂളാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മറ്റത് പെട്ടെന്ന് 20 മോഡ്യൂൾസ് കഴിഞ്ഞ് 20 വെർബ് വന്നാൽ നിങ്ങൾ എന്താവും? ആകെ പ്രശ്നത്തിലാവും. അപ്പം നമ്മൾ ഇത്തിരി ഇങ്ങനെ പഠിച്ചു പോവാണ്. ഓക്കെ, സോ അബഗ ഐ വാണ്ട്, അബുഗ ആരിഫ് ആരിഫ് വേർ ദ ബസ് സ്റ്റേഷൻ ഈസ്. വെയിൻ وين وين المحطة الباص. Yes, so أبغى أعرف وين المحطة الباص لو سمحت. Excuse me, أبغى أعرف وين المحطة الباص. Okay, എനിക്ക് അറിയണം. I want to know where the bus station is. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ചോദിക്കില്ല. നമ്മൾ ലോ സമഹത്ത് വെൻ ബസ് സ്റ്റേഷൻ എന്നേ ചോദിക്കുള്ളൂ. പക്ഷെ ഏതെങ്കിലും ഒരു കേസ് നമുക്ക് അബ ആരിഫ് ഐ വാണ്ട് ടു നോ എന്നുള്ളത് പറയേണ്ടി വരും അല്ലേ. ഓക്കെ, സോ ഐ വാണ്ട് ടു നോ ഇനി അറിയണം അത് ദൂരെയാണോ. ഈസ് ഇറ്റ് ഫാർ എങ്ങനെ ചോദിക്കും? ഫാർ ബഈദ് ആണല്ലോ. ബഈദ് ചോദിക്കുക ഒരു ക്വസ്റ്റ്യൻ ടോണില്. ഹദാ ബഈദ്, അത് ദൂരെയാണോ അല്ലെങ്കിൽ ബഈദ്. അപ്പം ആരിഫ് വെയിൻ മഹത്തുൽ ബസ്, ഹദാ ബഈദ്, അത് ദൂരെയാണോ. വല്ല ഗരീബ് ഓർ അടുത്താണോ. വല്ല എന്ന് പറയുമ്പോൾ ഓർ ആണ്. വല്ല ഗരീബ് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ തബഗ ഷായ് വല്ല ഗഹ്വ? ഔന്ന് ചോദിക്കൂലേ ഓർന്ന്. ഓർന്ന് സംസാരത്തിൽ ഔവല്ല, സംസാരത്തിൽ വല്ലയാണ്. വല്ലയാണല്ലേ. സിത്തബഗ ഗഹ്വ വല്ല ഷായ്, എന്താ അതിന്റെ അർത്ഥം?
ചായയാണോ ആ ചായ കോഫിയാണോ വേണ്ടത് കോഫിയാണോ നിങ്ങൾക്ക് വേണ്ടത് വേണ്ടത് എന്നുള്ളത്. തബഗ ഡു യു വാണ്ട് വാണ്ട് കോഫി ഓർ ടീ? യെസ് സോ തബഗ ഷായ് വല്ല ഗഹ്വ അല്ലേ അപ്പം നമ്മൾ വല്ല പഠിച്ചു ഓർ ഓക്കെ സോ തബഗ ഷായ് ഇപ്പം മക്കളോടൊക്കെ ചോദിക്കന്നെ അപ്പം തബഗ എന്തായാലും ഇന്ന് യൂസ് ചെയ്യണം അക്ദറും അല്ലേ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കഴിയും അപ്പം ഒക്കെ അത് അക്ദർ വെച്ച് പറഞ്ഞു നോക്കുക അല്ലേ അയക്കേ തബ മീനിങ് ഡു തബ അബഗ ഐ വാണ്ട് എഴുതി വെക്കൂ അബഗ ഐ വാണ്ട് അത് അന അബഗ എന്നാണ് അന അബഗ ഐ വാണ്ട് അല്ലെങ്കിൽ അബഗ എന്ന് യു പറഞ്ഞാൽ വാണ്ട് എന്നല്ലേ തബ എന്നുള്ളത് അല്ലേ തബഗ ഇൻത തബഗ യു വാണ്ട് അല്ലെങ്കിൽ തബഗ യു വാണ്ട് അല്ലേ അന ഒഹെബ് ഐ ലൈക്ക് ഇൻത തുഹിബ് യു ലൈക്ക് അപ്പൊ അല്ലേ അന അക്ദർ ഐ ക്യാൻ ഇൻത തക്ദർ യു ക്യാൻ അല്ലേ ഇപ്പം നമ്മൾ ഇന്ന് വേറെ നമ്മൾ ഹുദൊക്കെ പഠിച്ചില്ലേ ടേക്കൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് ഐ ടേക്ക് എന്നാണെങ്കിൽ ആഹുദ് എന്ന് വരും യു ടേക്ക് ആകുമ്പോൾ താഹുദ് എന്ന് വരും അപ്പം അതൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട ഓക്കെ നമുക്ക് ഇന്ന് പഠിച്ചത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇന്ന് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അബഗ ഐ വാണ്ട് ഓക്കെ അപ്പം എന്താണ് അപ്പം നമ്മൾ ചോദിച്ചു എന്ത് ബഈദ് ബസ് സ്റ്റേഷൻ എവിടെയാ ബഈദ് ദൂരത്താണോ അപ്പം മുഖ്ത് ഷഫീദ അല്ല ഹാദ ബഈദ് അടുത്താണ് വല്ല ആ ഖരീബ്? അപ്പൊ ഉഖ്ത് പറയൂ ഉഖ്ത് ഷഫീദ പറയൂ അല്ല അടുത്താണ് എങ്ങനെ പറയും അല്ല ആ ഖരീബ് ഗരീബ് അല്ലേ ഇല്ല ഗരീബ് അപ്പൊ എന്താണ് അത് അടുത്താണ് അല്ല അപ്പൊ നമ്മൾ നെഗറ്റീവ് വേർഡ്സ് പറയാൻ പഠിച്ചു അല്ലേ അല്ല എന്നൊക്കെ പറയണ നമ്മൾ ഫസ്റ്റ് എന്താണ് അല്ലേ മഹത്വൽ ബസ് ഗരീബ് അത് അടുത്ത് തന്നെയാണ് ഇത് 5 minutes വാക്കിംഗ് 5 minutes. സാ 5 دقيقة بس. ആ 5 دقيقة. ആ 5 دقائق അല്ല ആ മിനിറ്റ്സ് പറയുമ്പോ ഹംസ് ദക്കായിക്ക് പറയണം അല്ലേ? ദഗായിക് അല്ലേ ഹംസ് 5 ദഗായിക് دقائق മഷ എന്ന് പറഞ്ഞാൽ വാക്കിന് മഷ 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 വാക്ക് ചെയ്യും മഷ അല്ലേ മഷ മഷ ഹംസ് ദഗായിക് മഷ 5 മിനിറ്റ് എന്ത് നടന്നാൽ മതി ദക്കായിക് മഷ അല്ലേ ഹംസ് ദഗായിക് മഷ അപ്പം മഷയാണ് വാക്ക് കേട്ടോ വാക്ക് മഷ നമ്മൾ പഠിച്ചു അല്ലേ അതിനും ഈ പറഞ്ഞ പോലെ അംഷി ഐ വാക്ക് തെംഷി യു വാക്ക് പല ഫോംസും വരും സോ മഷ എന്ന് കേൾക്കുമ്പം വാക്കാണെന്ന് മനസ്സിലാക്കുക വാക്കാണ്. ഓക്കെ തമാം ഇനി ചോദിക്കാൻ എന്തേ ഓക്കെ ഇത് കൺഫ്യൂഷൻ ആവും ഓക്കെ അടുത്തുള്ള ബക്കാല എവിടെയാണ് വെയിൻ ഉം. അക്ബർ അൽ ബക്കാല. ആ വെൻ ഗരീബ് അൽ ബക്കാല ഓക്കെ അല്ല ഗരീബ് അടുത്തുള്ളതെന്ന് പറയുമ്പോ നിയറസ്റ്റ് നിയറസ്റ്റ് എന്നല്ലേ? അങ്ങനെ ആകുമ്പോൾ അപ്പൊ ചോദിക്കാം അക്ബർ അല്ലേ? ആ ആ പക്ഷേ അക്ബർ ഈ അൽ അക്ക് അക്ബർ ആ അല്ല അങ്ങനെ പറയും അക്രബ് അക്രബ് അക്രബാണ് മാറിപ്പോയതാണ്. അതാണ് ഞാൻ അക്രബ് പഠിക്കല്ലേ സ്പെല്ലിംഗ്. വെൻ അക്രബ് അക്രബ് ആ അക്രബ് ബക്കാല. ബക്കാല വെൻ അക്രബ് ബക്കാല ഇനിയിപ്പോ ഗരീബ് ബക്കാല എന്ന് ചോദിച്ചാലും പ്രശ്നമല്ല കേട്ടോ അപ്പൊ ഓക്കെ. എന്താണ് അപ്പൊ മുഖ്ത് ഷഫീദ പറയൂ ടേൺ ലെഫ്റ്റ് ടേൺ ലെഫ്റ്റ് അല്ലേ ലെഫ്റ്റിന് എസ് ആർ ടേൺ ടേൺ ലുഫ് ലുഫ് എസ് ലുഫ് ആർ എസ് ആർ ആഫ്റ്റർ ദാറ്റ് ഗോ സ്ട്രേറ്റ് ആഫ്റ്റർ ദാറ്റ് എന്തുവാ ബഅദൈൻ ബഅദൈൻ അതെ ഓക്കെ അങ്ങനെ പറയാം എന്നിട്ട് നമ്മൾ മലയാളീസ് എപ്പോഴും പറയും അത് കഴിഞ്ഞിട്ട് ആ എന്നിട്ട് അതിനൊക്കെ ബാദെ അറബ്സ് ബഅദൈൻ 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 എന്നാ ബാദെ ഓക്കെ ഓക്കെ ബാദെ ഗോ സ്ട്രേറ്റ് സീത റുഖ്സീദ അല്ലെങ്കിൽ റുക്സീദ അലത്തൂൽ അല്ലെ റുസീദ അല്ലെങ്കിൽ അലത്തൂൽ റുഗദ്ദാം അലത്തൂൽ അല്ലെങ്കിൽ വെറും ഗദ്ദാം അല്ലെങ്കിൽ അലത്തൂൽ എന്നൊക്കെ പറയാം അപ്പൊ ബഅദൈൻ അലത്തൂൽ അത് കഴിഞ്ഞാൽ നേരെ ബാദെ ബഅദൈൻ ബാദെ അലത്തൂൽ അങ്ങനെയും പറയാം ഓക്കെ ഓക്കെ ക്ലിയർ ആണോ ഓക്കെ ഇനി മിനുഖ്ത് ഹനാൻ ചോദിക്കൂ എവിടെയാണ് അടുത്തുള്ള മസ്ജിദ് അടുത്തുള്ള മസ്ജിദ് വെയിൻ അക്രബ് അൽ മസ്ജിദ്. വെൻ അക്രബ് അൽ മസ്ജിദ് അപ്പൊ ഉഖ്ത് ഷഫീദ പറയൂ ബിഹൈൻഡ് ദ മാർക്കറ്റ് ബിഹൈൻഡിന് വറ മാർക്കറ്റിന് സൂക്ക് ഓക്കെ അഹ്സൻത് അപ്പൊ എങ്ങനെ പറയണം വറ അസൂഖ് വറ വറ അസൂഖ് സൂക്ക് ഓക്കെ അപ്പൊ എന്താണ് അപ്പൊ മുഖ്ത് മനസ്സിലായില്ല മുഖ്ത് ഹനാനിന് എനിക്ക് മനസ്സിലായില്ല എങ്ങനെ പറയും എനിക്ക് മനസ്സിലായില്ല അതല്ലേ.
ഒരു I മിനിറ്റ്. cannot. ഉം. ഐ ഡിഡ് La, നോട്ട്, എനിക്ക് അണ്ടർസ്റ്റാൻഡ് മനസ്സിലായില്ല. എന്താണ്? ഐ അണ്ടർസ്റ്റാൻഡ് എന്താണ്? ആ വേർഡ് പഠിച്ചില്ലേ? la, മാ ആ I can. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ? അഫ്ഹം പഠിച്ചില്ല? ഐ അണ്ടർസ്റ്റാൻഡ് അഫ്ഹം ഇല്ല 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 പഠിച്ചു. അല്ലേ? ഇല്ല. ഓക്കെ, ഇനി അല്ല കുറെ പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, അപ്പൊ മനസ്സിലായിന്. ഓക്കെ, ആ വബ് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, ഫഹം. ഇപ്പൊ ഫഹംത്തി ഇതൊന്നും കേട്ടില്ലേ? മനസ്സിലായോ എന്നൊക്കെ ഉള്ളത്? ഫഹംതി കേട്ടിട്ടുണ്ട്. ഫഹംത്തി എന്താണ്? അപ്പൊ മനസ്സിലായോ എന്നുള്ളതാണ്. അപ്പൊ മാ ഡിഡ് യു ഫഹംത്ത്, അണ്ടർസ്റ്റാൻഡ് ചോദിച്ചത്? മാ ഫഹംത്ത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, മാ മാ ഫഹംത്ത്. ഫഹംതി അല്ലേ? മനസ്സിലായി. ഇപ്പൊ മാ ഞങ്ങൾക്ക് ഫഹംതി. ഇപ്പൊ ക്ലാസ് എടുത്തിട്ട് ഫഹിംതും നിങ്ങൾക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ ഫഹിംത്ത് മനസ്സിലായോ, അതാണ് ചോദിക്കുക. ഡു യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ മനസ്സിലായോ എന്ന് ചോദിക്കില്ല, ഡു യു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത്. അതാണ് ഫഹിംത്ത്. ഓക്കെ. അല്ലെ, ഫഹിംത്ത്. മാ ഫഹംതു എന്ന് പറഞ്ഞാൽ ഐ ഡിഡ് നോട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. മാ ഫഹിംത്ത്, ഐ ഡിഡ് നോട്ട് Understood. അണ്ടർസ്റ്റാൻഡ്. അല്ലേ? അപ്പൊ ഉം. മനസ്സിലായില്ല. അപ്പൊ ഒന്നും കൂടി പറയുകയാണെന്ത്, അപ്പൊ മാറ്റി പറഞ്ഞു കൊടുക്കുകയാണെന്ത്, സ്ട്രെയിറ്റ് ആൻഡ് ദെൻ റൈറ്റ്. എങ്ങനെ പറയും ഉഖ്ത ഷഫീദ? സീത ആ ഗദ്ദാം ആ അപ്പൊ സ്ട്രെയിറ്റ് ആൻഡ് ദെൻ. അപ്പൊ സീത ഗദ്ദാം എന്ന് പറഞ്ഞാല് ശരിയായില്ലല്ലോ. സീത ഏതെങ്കിലും ഒന്ന് ബാദ് പറയാ. എന്നിട്ട് എന്ത് ചെയ്യാ? എന്നിട്ട് റൈറ്റ്. ബാദേ ആ യമീൻ. ബാദേൻ യമീൻ. ബഅദൈൻ യമീൻ. ഓക്കെ, എന്താണ്? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻസ് ചോദിക്കേണ്ടത്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് എന്തൊക്കെയാണ്? മുന്നിൽ, വറ, ഗദ്ദാം, റോഹ്, എംഷി അല്ലെങ്കിൽ മഷ, ദുവാറ്, എൻഷാറ ഒക്കെ കേട്ടിട്ട് ഫെമിലിയർ അല്ലേ? സ്ട്രീറ്റ് അല്ലേ? ഇനി ഇതിൽ ഇപ്പം ഇത്രയും പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ നമ്മൾ കുറച്ച് വേർബ്സും കൂടെ പഠിച്ചു അല്ലേ? മാ ഫഹംതി അതില്ലേ, അതൊന്ന് ഒന്ന് പറഞ്ഞോ. അതന്നെ, മാ ഫഹിംത്ത് എനിക്ക് മനസ്സിലായില്ല. ഫഹിംത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഫഹിംത്ത്, ഫഹിംത്. ഓക്കെ. ഐ അണ്ടർസ്റ്റുഡ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഫഹിംത്ത, ഫഹിംത്ത ഒരു ക്വസ്റ്റ്യൻ ടോണിൽ ചോദിക്കുക. ഓക്കെ, ഓക്കെ. മനസ്സിലായോ? ഫഹിംത്ത, അല്ലെങ്കിൽ ഫഹിംത്തും, നിങ്ങൾക്ക് എല്ലാവർക്കും. അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ഫഹിംത്താണ് മനസ്സിലാവുക എന്നുള്ളത് വരുന്നത്. ഫഹിംത്ത, മാ ഫഹിംത. ഫഹിംത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ മഫ്ഹൂം എന്നും ചോദിക്കാറുണ്ട്. മഫ്ഹൂം, മഫ്ഹൂം മനസ്സിലായോ, മനസ്സിലായോ, മഫ്ഹൂം. ഓക്കെ, അതും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള രീതിയിൽ മഫ്ഹൂം. ഓക്കെ, മഫ്ഹൂം മനസ്സിലായോ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയില്ലേ, പല ഫോംസ് എടുക്കൂലേ. അതുപോലെ അറബിയിലും പല ഫോംസ് എടുക്കും വേർബിന്. ഓക്കെ, ഓക്കെ. അതാണ് മഫ്ഹൂം. നിങ്ങൾ മനസ്സിലായ ആളുകളാണോ എന്നാണ്. ഇപ്പം നമ്മൾ പഠിച്ചോ. നമുക്ക് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു എടുത്തുള്ള ഈസി ആയിട്ടുള്ള എന്താണ്, ഇപ്പം ലേറ്റ് ആവണേന് എന്താ അറിയാവോ? ലേറ്റ് എന്നുള്ള ലേറ്റ് വേർഡ് ആവണേന് മറ്റെന്താണ് അറിയാം. എന്താണ്? താഖർ, താഖർ, തഅഖർ അല്ലെങ്കിൽ തഅഖീർ താഖർ. എന്നാണ് ലേറ്റ്. ഉഖ്ത് ഷഫീദ നോട്ട് ചെയ്യട്ടോ. ഓക്കെ. അല്ലേ? ഞാൻ തഅഖീർ അല്ലേ? ലേശ് ഇൻത തഅഖീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തേ ലേറ്റ് ആയി ലിദ്ദറസ് ക്ലാസ്സിന്. അല്ലേ? തഅഖീർ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആണ്. അല്ലേ? ലേറ്റ്. തഅഖർ അല്ലെങ്കിൽ തഅഖീർ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആണ്. ഓക്കെ, ഇനി അതെന്നാണ് മുത്തഅഖർ. മുത്തഅഖർ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയ ആള്. ലേറ്റ് ആയി. അല്ലെ, അറബിയിൽ ഒക്കെ മീമ് വന്നാല് അതിന് ഇസ്മ മഫ്ഊൽ എന്ന് പറയും. അത് റിലേറ്റഡ് ആയിട്ടുള്ള ആള്. അല്ലെ, മുഅല്ലിം. അല്ലെ, ഇൽമ എന്താണ്? അറിവാണ്. മുഅല്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് നേടിയ ആളാണ്. ഏ അതുപോലെ അപ്പൊ അത് ഒന്നുകൂടി പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാണ്. ഇൽമ നമുക്ക് എല്ലാവർക്കും അറിയണല്ലേ. അപ്പൊ അതുപോലെയാണ് എന്ത്, ഫഹംന്റെ അഫ്ഹം എന്ന് ഫഹംത്ത് എന്ന് വന്നതാണ് എന്ത്, മഫ്ഹൂം മനസ്സിലായ ആളുകൾ. മഫ്ഹൂം. ഓക്കെ, മഫ്ഹൂം നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള രീതിയിൽ. അപ്പം അറബിയിൽ ഇങ്ങനെ കുറേ ഫോംസുകൾ വരും. പൊക്കത്തിനും റൂട്ട് വേർഡ് ഒന്നായിരിക്കും. സപ്പോസ് അല്ലെ, കത്തബ എന്ന് പറഞ്ഞാൽ എഴുതാണ് അല്ലേ, കത്തബ. അപ്പോൾ മക്തബ് എന്ന് പറഞ്ഞാൽ എന്തായി? ഓഫീസ്. ഓഫീസായി. ഓഫീസ്. കാത്തിബ് എഴുതുന്നവനായി, അല്ലെങ്കിൽ മക്തൂബ് എഴുതുന്നവനായി. മക്തബ എന്ന് പറയുമ്പോൾ ലൈബ്രറി ആയി. അപ്പൊ എല്ലാത്തിനും ഒരു റൂട്ട് വേർഡ് ഉണ്ടാവും. അതിൽ ഇങ്ങനെ പല ഫോംസ് എടുക്കുകയാണ്. അക്തുബ് എന്ന് പറഞ്ഞാൽ ഐ റൈറ്റ് ആയി. തെക്തുബ് യു റൈറ്റ് ആയി. കെതബ്ത്ത് ഐ റോട്ട് പാസ്റ്റ് ആയി. ഓക്കെ, അതായത് ഒറ്റൊരു ബേസ് വേർഡ് ഉണ്ടാവും. അതിന്ന് പല ഫോംസ് കൊടുക്കും. അത് പാസ്റ്റിൽക്കും പ്രസന്റിക്കും ചെയ്യുന്ന ആളും അതിൻ്റെ സ്ഥലവും ഒക്കെ അങ്ങനെ വരും. ഇപ്പം മദ്രസ, മുദരിസ്,
അല്ലേ? ദറസ്. അങ്ങനെ അതുപോലെ ഒറ്റ വേർഡിൽ നിന്ന് പലതും ഉണ്ടാവും. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയത് വേണം തോന്നിയാൽ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ ഇങ്ങനെ പാരലലി നമ്മൾ പഠിക്കും ഓരോ സെഷൻ്റെ കൂടെ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആ, ചോദിച്ചാൽ നമുക്ക് ചോദിക്കാം. നമ്മള് ഓക്കെ ഓക്കെ. എവിടെയാണ് റെസ്റ്റോറൻറ്റ്? വെയിൻ മത്താം. വെൻ മത്തളം. അപ്പോൾ ഉഖ്ത പറയൂ, ഷഫീദ പറയൂ. നെക്സ്റ്റ് ടു ദി പെട്രോൾ സ്റ്റേഷൻ, ഇൻ ഫ്രണ്ട് ഓഫ് ദ സിഗ്നൽ. എന്താ ഒന്നും കൂടെ പറഞ്ഞേ? ആ സെന്റൻസ് കേട്ടിട്ടില്ല, കട്ടായി പോയി. ഒന്നുകൂടെ പറയൂ. നെക്സ്റ്റ് ടു പെട്രോൾ സ്റ്റേഷൻ. ഉഖ്ത ഷഫീദ. പെട്രോൾ സ്റ്റേഷൻ. ആ എന്താണ് പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്ത്? അപ്പം നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ടേമാണ് യൂസ് ചെയ്യേണ്ടത്? എന്താണെന്നും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജമ്പ്. ജമ്പ്. ജമ്പൽ ബെൻസീൻ. ബെൻസീൻ ആണ് പെട്രോളിനും പെട്രോൾ സ്റ്റേഷനും ഒക്കെ പറയാം. അല്ലെങ്കിൽ മഹത്വ അൽ ബെൻസീൻ. മഹത്വ അൽ ബെൻസീൻ പെട്രോൾ സ്റ്റേഷൻ. ഓക്കെ, സോ ജംബ് അൽ മഹത്വ അൽ ബെൻസീൻ അല്ലെങ്കിൽ ജംബൽ ബെൻസീൻ. ഫ്രണ്ട് ഓഫ് സിഗ്നൽ എങ്ങനെ പറയും? ഫ്രണ്ട് ഓഫ് സിഗ്നൽ. അമാമൽ ഇഷാറ അല്ലെങ്കിൽ അമാമൽ ഇഷാറ. ഓക്കെ, അമാമൽ ഇഷാറ. ഖിദാമൽ ഇഷാറ അല്ലേ? ഖിദ്ദാമൽ ഇഷാറ. സോ ബെൻസീൻ മഹത്വൽ ബെൻസീൻ ആണ് കേട്ടോ പെട്രോൾ സ്റ്റേഷൻ. ഓക്കെ, ഇനി ഉഖ്ത് ഷഫീദ് ചോദിക്കൂ ഹനാന്റെ അടുത്ത്, എവിടെയാണ് ടോയ്ലറ്റ്? വെയിൻ ആ ഹമാം. ആ എങ്ങനെ ചോദിക്കും? വെയിൻ അൽ ഹമാം ലൗ സമഹ്തി. വെയിൻ അൽ ഹമാം. ഇതൊക്കെ നമ്മൾ എപ്പോഴും മോളിലൊക്കെ ചോദിക്കേണ്ട സംഭവമാണ് അല്ലേ, നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചോദിക്കുക? ലൗ സമഹ്ത് വെയിൻ അൽ ഹമാം. അറബിയിൽ തന്നെ ചോദിക്കാൻ നോക്കുക, അപ്പൊ അവര് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ലൗസം ലൗ സമഹ്ത് ആണിനോടാണെങ്കിൽ എന്താണ്? ലൗസം ടി ബിനൽ ഹമാം. ഹനാൻ പറയൂ. ഗോ സ്ട്രേറ്റ് ദെൻ ടേൺ ലെഫ്റ്റ്. روح روح قدام. بعدين لف يمين. بعدين لف يمين. അപ്പൊ ഇതന്നെ ആയിരിക്കും അവര് പറയാ നിങ്ങളടുത്ത്. ഓക്കെ, റൂ അല തൂൽ അൽ ആഖിർ ഷെയ് എന്നൊക്കെ പറയും, അവസാനം അല്ലേ? ലാസ്റ്റ് ആണെങ്കിൽ അവരെന്ത് പറയും? അൽ ആഖിർ ഷെയ് ലുഫ് യമീൻ. അവസാനം എത്തിയിട്ട് എന്ത് ചെയ്യുക നിങ്ങള്? റൈറ്റേക്ക് തിരിയ. സോ ആഖിർ ഷെയ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അവസാനം ആഖിർ ഷെയ് അല്ലേ? അതൊക്കെ പറയും. ആഖിർ ഷെയ് എന്ന് പറയും. ഷെയ് എന്ന് പറഞ്ഞാൽ തിങ് എന്നാണ്, പക്ഷെ അവസാനം എത്തിയാൽ എന്നുള്ള രീതിയിലും പറയാറുണ്ട് ആഖിർ ഷെയ്. ഓക്കെ, അല്ലെങ്കിൽ ആഖിർ. ഇനി എന്താണ്? എവിടെയാണ് HR ഓഫീസ്? നിങ്ങൾ പ്രൊഫഷനൊക്കെ നോക്കിയോ? പ്രൊഫഷന്റെ ഇല്ല, പ്രൊഫഷന്റെ ഒരു മോഡ്യൂൾ നിങ്ങൾക്ക് വന്നില്ലേ? പ്രൊഫഷൻസ് ഇൻ അറബിക് ഉണ്ടല്ലോ, മോഡ്യൂൾ ഗ്രൂപ്പിൽ എത്തിണ്ടാവുമല്ലോ 2 ദിവസം മുന്നിട്ട്. ഞാനാണത് ഫോർവേഡ് ചെയ്തത്. പ്രൊഫഷൻസ് ഇൻ അറബിക്, പല പ്രൊഫഷൻസിന്റെ അറബിക് വേർഡ്സ് ഉണ്ടാവും. മോഡ്യൂൾ ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യണേ. നമ്പേഴ്സും പിന്നെ ഇതുമാണല്ലോ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡിനൽ നമ്പേഴ്സ് അവൽ അത് ആണ് വന്നിട്ടുള്ളത്. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് വന്നിട്ടുണ്ട്. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഉണ്ട്. Everyday പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഏറ്റവും വന്ന പ്രോണൗൺസ് ആണല്ലോ. പ്രൊഫഷൻസ് വന്നിട്ടില്ല നിങ്ങൾക്ക്? ഇല്ല 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 അല്ലേ? ഇല്ല, പ്രൊഫഷൻസ് വന്നിട്ടില്ല. വന്നിട്ടില്ല അല്ലേ? ഞാൻ നന്നായേക്കാം ഇൻഷാ അല്ലാ. ഓക്കെ, സോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രൊഫഷൻസ് വന്നതായിട്ട് കാണുന്നില്ല, ഇല്ല. വായിച്ചതിൽ ഉണ്ടായിട്ടില്ല. പിന്നെ മുമ്പ് വക്താണ്, ടൈമിനെ പറ്റിയാ പറഞ്ഞത്. അതിന്റെ ഇടയിലൊരു PDF പോലെ അയച്ചിട്ടില്ല അല്ലേ? വൊക്കാബുലറി, മോർ വൊക്കാബുലറി എന്നൊന്നും പറഞ്ഞിട്ട്. ഇല്ല അയച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ അയച്ചിട്ടില്ല. ഞാൻ കണ്ടില്ല. അയക്കാം. ഓക്കെ, സോ അപ്പൊ നമ്മളിപ്പോ എന്താ ചോദിക്കുന്നത്? നമ്മൾ HR ഓഫീസ് എവിടെയാ ചോദിക്കൂലേ? ഓഫീസ് മക്തബാണ്. HR മവാരിദ് അൽ ബഷരിയ ആണ്. മവാരിദ് അൽ ബഷരിയ. മവാരിദ് അൽ ബഷരിയ HR ഓഫീസ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ആണ് മവാരിദ് അൽ ബഷരിയ. ഇനി അറബിയിലൊക്കെ നിങ്ങൾ ഓരോ ഓഫീസിലൊക്കെ പോകുമ്പോൾ കാണും. മവാരിദ് അൽ ബഷരിയ. HR.
ഇപ്പൊ മക്തബ് മവാരിദുൽ ബഷരിയ അല്ലെ? വെയിൻ മക്തബൽ മവാരിദുൽ ബഷരിയ. ശരിയ. എവിടെയാണ് HR ഓഫീസ്? അപ്പോൾ മുഖ്ത ഷഫീദ പറയൂ. സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് ഡോറാണ്. സെക്കൻഡ് ഫ്ലോർ എന്താണ്? ഇത്തിന് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ എങ്ങനെ പഠിച്ചത്? സാനി. അവൽ സാനി. താൻ സാനി. അപ്പൊ അദ്ദോറുസാനി, അദ്ദോറുസാനി. അദ്ദോറുത്താനി എന്ന് പറയുന്ന അദ്ദോറുത്താനി സാനി. പിന്നെ ഫസ്റ്റ് ഡോർ. പറഞ്ഞ ഫസ്റ്റ് ഡോർ. ഫസ്റ്റ് അവൽ അവൽ ബാബ്. ഔവൽ ബാബ് അല്ലെ? ബാബല്ലേ ഡോറ്? സോ ബാബ്. അദ്ദോറുത്താനി ഔവൽ ബാബ്. അവൽ ബാബ്. സെക്കൻഡ് ഫ്ലോറിൽ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കേൾക്കൂട്ടോ. ദൗർ എന്ന് പറയുമ്പോൾ ഫ്ലോർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. സോ അദ്ദൗറുത്താനി ഔവൽ ബാബ്, ഫസ്റ്റ് ഡോർ ഇൻ സെക്കൻഡ് ഫ്ലോർ. ഓക്കെ. ഇനി ഓക്കെ. ഇനി ഈ അഡ്രസ്സ് ശരിയാണോ? അതെങ്ങനെ ചോദിക്കുക? അഡ്രസ്സിന് എന്താ പറയാ? അഡ്രസ് അറിയായിരുന്നു. എങ്ങനെ പറയാ? അല്ലേ വേണ്ട. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇത് റിലേറ്റഡ് അല്ല. നമുക്ക് ചോദിക്കാം ഈ സ്ഥലം, അത് ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ സ്ഥിതിക്ക് ഒൻവാനാണ് അഡ്രസ്സ്. ഒൻവാൻ എഴുതി വെക്കട്ടെ. ഒൻവാനാണ് അഡ്രസ്സ്. അപ്പൊ ഈ അഡ്രസ്സ് ശരിയാണോ? ഹാദൽ ഒൻവാൻ സ്വഹ്. സ്വഹ് സ്വഹ് ശരിയാണോ? സ്വഹീഹൊക്കെ കേട്ടില്ലേ? ശരി. സോ ഹാദൽ ഒൻവാൻ സ്വഹ്. ഈ അഡ്രസ്സ് ശരിയാണോ? ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോളൂ. അതിപ്പോൾ നമുക്ക് പഠിക്കണം. നമുക്ക് ഒന്നും കൂടി പഠിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഈ സ്ഥലം ദൂരെയാണോ? അല്ലെങ്കിൽ ആ സ്ഥലം, അല്ലെങ്കിൽ സ്ഥലം ദൂരെയാണോ? നമ്മൾ ചോദിക്കില്ല ആ സ്ഥലം കുറെ ഹാദൽ മക്കാൻ ബഈദ്. ബഈദ് അല്ലേ? ഹാദൽ മക്കാൻ ബഈദ്. ആ സ്ഥലം കുറെ ദൂരത്താണോ? ഓക്കെ ഉഖ്ത് ഷഫീദ, മനസ്സിലാവണില്ലേ? മക്കാനാണ് പ്ലേസ് കേട്ടോ. പ്ലേസ് മക്കാൻ. ഓക്കെ. എഴുതിക്കോളൂ മക്കാൻ. സോ ഹാദൽ മക്കാൻ ബഈദ്. ഈ പ്ലേസ് എന്താണ്? ദൂരത്താണോ? ഹാദൽ മക്കാൻ ബഈദ്. അപ്പൊ യെസ്, അതെ. എന്താ എങ്ങനെ പറയാ? കുറച്ച്. കുറച്ച് കുറച്ച് കുറച്ച്. അപ്പം ഷുവയ്യ. ഓക്കെ. ഷുവയ്യ. അപ്പൊ കുറച്ചടുത്താണ് അല്ലെങ്കിൽ കുറച്ച് ദൂരത്താണ് എന്നൊക്കെ ഷുവയ്യ ബഈദ് അല്ലെങ്കിൽ ഷുവയ്യ ഗരീബ് അല്ലെ? അപ്പം അവിടേക്കാണ് നമ്മൾ ഷുവയ്യ എന്ന് ഉപയോഗിക്കുക. കുറച്ച്. ഓക്കെ. അപ്പൊ മക്കാൻ എന്നുള്ളതും കൂടി എഴുതട്ടോ. മക്കാൻ പ്ലേസ്. ഓക്കെ. അപ്പം എന്ത് ചെയ്യുക? നന്നായി പ്രാക്ടീസ് ചെയ്യട്ടോ. ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ, നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ബക്കാല എവിടെ നോക്കുക. ഓക്കെ. അവിടേക്ക് എങ്ങനെയാണ് പോകേണ്ടത് നിങ്ങൾ പറഞ്ഞു നോക്കുക. എഴുതി വെക്കുക, പറഞ്ഞ് പഠിക്കുക. സ്കൂളിലേക്ക് എങ്ങനെയാണ് പോവുക, ലുലു മോൾക്ക് എങ്ങനെയാണ് പോവുക അല്ലേ? നിങ്ങളെ ഫ്രണ്ടിൻ്റെ വീട് അപ്പുറത്തെ ക്രോസിൽ, അവിടേക്ക് എങ്ങനെയാണ് പോവുക. അപ്പോൾ പ്രാക്ടിക്കലി നിങ്ങളത് പറഞ്ഞു നോക്കുക. എഴുതി വെക്കുക ആദ്യം. എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്, ഞാൻ എങ്ങനെയാണ് പോവല്, ഹസ്ബൻഡിൻ്റെ കാർ എങ്ങനെയാണ് തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കാർ എങ്ങനെ തിരിയുന്നതെന്നൊക്കെ നോക്കുക. എന്നിട്ട് പറഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി എന്തായാലും പുറത്ത് പോകുമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് ആ സ്ഥലത്തേക്ക് നിങ്ങൾ എങ്ങനെ എത്തിയത് അല്ലേ? അപ്പോൾ എന്താണ്, വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി, എന്നിട്ട് എന്തായി? റൂ അലതൂൽ, എന്നിട്ട് എന്തൽ ഐഷാറ ലുഫ്യമീൻ അല്ലേ? എന്നിട്ട് അങ്ങനെ അത് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ആവും. അപ്പം ആദ്യം എഴുതി വെക്കുക, എന്നിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ആര് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറീസ് നമ്മൾ കാണാണ്ട് പഠിക്കുക. ഓക്കെ. ഓക്കെ തമാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?